സംപൂജ്യരായ എൻ്റെ എല്ലാ പ്രിയ കുടുംബാംഗങ്ങൾക്കും നിറഞ്ഞ ഹൃദയത്തോടുകൂടി സന്ധ്യാവന്ദനം. ഭാരതം എന്ന രാഷ്ട്രം ഭാവരാഗ താളങ്ങളോടുകൂടി നിലനിന്നത് എന്നെല്ലാം ഈ രാഷ്ട്രത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുവോ അന്നെല്ലാം ഇവിടെ അവതാരങ്ങൾ ഉണ്ടാവും. എന്നെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അന്നെല്ലാം ഇവിടെ അവതാരങ്ങൾ ഉണ്ടാവും. ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ. ഹിമാലയത്തിൽ നിന്നാരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള ഹിമാലയം സമാരഭ്യ യാവത് ഇന്ദുസരോവരം, ഇന്ത്യൻ മഹാസമുദ്രം വരെയുള്ള തം ദേവനിർമ്മിതം ദേശം, ദേവനാൽ, പ്രകൃതിയാൽ, ഈശ്വരനാൽ, ഭഗവാനാൽ, പ്രകൃതിയുടെ ചൈതന്യത്താൽ നിർമ്മിതം ദേശം, ഈ ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ, ഹിന്ദുസ്ഥാനം എന്നറിയപ്പെടുന്നു. ഇതൊരു ദേവനിർമ്മിതമായ ദേശമാണ്. നമ്മുടെ പുരാണങ്ങളിൽ പറയാറുണ്ട്, വിവരിച്ചിട്ടുണ്ട്, ഈ ഭാരതത്തിൽ ജന്മം കിട്ടുക അത്യപൂർവമാണ് എന്ന്. ഏതൊരു രാജ്യത്തിൽ ജീവിച്ചിരിക്കുന്നവരോടും ജീവിച്ചവരോടും ചോദിക്കുക ഭാരതത്തിൻ്റെ പ്രത്യേകത എന്താണ് എന്ന്. ഇതിനെ ഇവിടുത്തെ പലരും നശിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ ദേശം ഒരു പുണ്യദേശമാണ്. അത് ജ്ഞാനഭൂമിയാണ്, കർമ്മഭൂമിയാണ്, യജ്ഞഭൂമിയാണ്, തപോഭൂമിയാണ്, മാതൃഭൂമിയാണ്, പിതൃഭൂമിയാണ്, പവിത്രഭൂമിയാണ്. ഭാരതം എല്ലാമാണ്. അവിടെ ഇച്ഛാശക്തിയുണ്ട്, ജ്ഞാനശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്. അതുകൊണ്ട് ഭാരതം തളരാതെ, തകരാതെ, വരളാതെ മുമ്പോട്ട് പോകുന്നു. ആ ഭാരതം, അതിനെക്കുറിച്ച് നിങ്ങൾ എന്തു മനസ്സിലാക്കിയോ അത് മറ്റുള്ളവർക്ക് കൂടി എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ സന്ധ്യാവന്ദനത്തിൽ അപേക്ഷിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ച 10 ശ്ലോകങ്ങൾ ഇന്ന് വീണ്ടും നമുക്കൊന്ന് വായിക്കാം. അധിഭൂതം ക്ഷരോഭാവഃ, സർവചരാചരങ്ങളും പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ സർവ്വതും അതിനും അപ്പുറത്തുള്ള എന്തെങ്കിലും അധിഭൂതം, അവയെല്ലാം നശിക്കുന്നതാണ്, നാശത്തിൻ്റെ ഭാവമുള്ളതാണ്. പുരുഷശ്ചാതി ദൈവതം, അധിദൈവതം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രകൃതി ദേവതയ്ക്കും അതീതമായ പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുന്ന അധിദേവത. അധിയജ്ഞം, നമ്മളെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന യജ്ഞമുണ്ട്, അത് യജ്ഞമാണ്. പ്രകൃതി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു യജ്ഞമുണ്ട്, അതാണ് അധിയജ്ഞം. അഹം ഏവ അത്ര ദേഹേ, സർവദേഹങ്ങളിലും 12 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളിലും സസ്യങ്ങളിലും ഞാൻ തന്നെയാണ് അർജുന ആ അധിയജ്ഞം നടത്തുന്നത്. ദേഹേ ദേഹഭൃതാംബരഃ, ആ ശ്രേഷ്ഠ ചൈതന്യത്താലാണ് സർവദേഹങ്ങളിലും പ്രവൃത്തികൾ നടക്കുന്നത്. അന്തകാലേ, അവസാന കാലത്ത് ച മാം ഏവ, എന്നെ തന്നെ സ്മരൻ മുക്ത്വാ കളേവരം, എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട്, ആരാണോ ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നത്, മരിക്കുന്നത് എന്നൊറ്റ വരിയിൽ യഹ പ്രയാതി, അദ്ദേഹം ഗ്ലോറിയസ്ലി മൂവിങ്, യാതി എന്ന് വെച്ചാൽ പോകുന്നു, പ്രയാതി ഗ്ലോറിയസ്ലി അദ്ദേഹം പോകുന്നു, സമദ്ഭാവം യാതി, എന്നിലേക്ക് തന്നെ
എന്നിലേക്ക് മദ്ഭാവം, എന്നെ ഏത് ഭാവത്തിലാണോ ആരാധിക്കുന്നത് ആ ഭാവത്തിലേക്ക് തന്നെ യാതി നഹ അസ്തി അത്ര സംശയ. അവിടെ ഒരു സംശയവുമില്ല. അന്ത്യകാലത്തിൽ കൃഷ്ണനെ തന്നെ, കൃഷ്ണൻ്റെ ഈ ഭാവത്തെ തന്നെ, വീരശൂര പരാക്രമിയായ അധർമ്മത്തിനെതിരെ ധർമ്മം കൊണ്ട് പോരാടുന്ന കൃഷ്ണനെ തന്നെ ആ ഭാവത്തിൽ സ്മരിച്ചുകൊണ്ട് ആരാണോ മരണം വരിക്കുന്നത് അയാൾ എന്നിലേക്ക് തന്നെ എത്തുന്നു. യം യം വാപി സ്മരൻ ഭാവം, ഏതേത് ഭാവത്തിലാണോ അന്ത്യകാലത്തിൽ സ്മരിക്കുന്നത്, അത് ഉണ്ണികൃഷ്ണനോ കുഞ്ഞികൃഷ്ണനോ ഏത് ഭാവത്തിലാണെങ്കിലും വിരോധമില്ല. ഭാവം ത്യജതി അന്തേ കളയപരം. അന്ത്യകാലത്തിൽ ആത്മാവ് ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ കൃഷ്ണന്റെ ഏത് ഭാവമാണ് സ്മരിക്കുന്നത്, തം തം ഏവ ഇതി കൗന്ദേയ, അതേ ഭാവത്തിലേക്കല്ലയോ അർജുന സദാ സദ്ഭാവഭാവിത. ആ ഭാവത്തിലേക്ക് തന്നെ എപ്പോഴും പ്രയാണം ചെയ്തുകൊണ്ടേയിരിക്കും. അന്ത്യകാലത്തിൽ ആത്മാവ് അവിടെ എത്തുക തന്നെ ചെയ്യും. 8-ാം അധ്യായത്തിലെ 7-ാമത്തെ ശ്ലോകം. തസ്മാത്, അതുകൊണ്ട് സർവേഷു കാലേഷു, എല്ലായ്പ്പോഴും എല്ലാ കാലത്തിലും എല്ലാ സമയത്തും മാം അനുസ്മര യുദ്ധ്യച, എന്നെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യുക. ഒരു പക്ഷെ യുദ്ധക്ഷേത്രത്തിൽ വെച്ച് മരിക്കാനാണ് നിനക്ക് വിധിയെങ്കിൽ അപ്പോഴും നിന്റെ ആത്മാവ് എന്നിലേക്ക് തന്നെ വരും. അപ്പൊ യുദ്ധം ചെയ്യുമ്പോഴും അത് മാനസിക യുദ്ധമായാലും ഏത് യുദ്ധമായാലും, ധാർമ്മികമായിട്ടുള്ള യുദ്ധമാണെങ്കിൽ, സൈക്കോളജിക്കൽ, മെന്റൽ, ഫിസിയോളജിക്കൽ, അല്ലെങ്കിൽ എക്കണോമിക്കൽ, അല്ലെങ്കിൽ സോഷ്യൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ, ഏത് തരത്തിലുള്ള യുദ്ധമാണെങ്കിലും ആ യുദ്ധം എന്നെ അനുസ്മരിച്ചുകൊണ്ട് തന്നെ ചെയ്യുക. നീ എന്നിലേക്ക് എത്തിച്ചേരും. എന്നെ എങ്ങനെയാ അനുസ്മരിക്കുക? മൈ അർപ്പിത, എന്നിൽ അർപ്പിക്കുന്ന മനോബുദ്ധി, മനസ്സും ബുദ്ധിയും, മാം ഏവ ഐഷ്യസി അസംശയ, എന്നിലേക്ക് തന്നെ വരും. ഏഷ്യസി എത്തിച്ചേരുന്നു, അസംശയ, ഒരു സംശയമില്ല, എന്നിലേക്ക് തന്നെ അത് എത്തിച്ചേരും എന്ന് അർജുനന് വാക്ക് കൊടുക്കുന്നു. അഭ്യാസ യോഗയുക്തേന, ഇത് വളരെ എളുപ്പത്തിലൊന്നും സാധിക്കില്ല. നമ്മളുടെ മനസ്സ് ചഞ്ചലമാണ്, അചഞ്ചലമല്ല. മനസ്സിൽ പല 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 ചിന്തകൾ വന്നു കയറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അർജുന അഭ്യാസ യോഗയുക്തേന, അഭ്യാസം, നിരന്തരമായ എക്സർസൈസ്, പിന്നെ യോഗിയുടെ അവസ്ഥ, യോഗയുക്തേന അഭ്യാസേന, യോഗത്തിലൂടെയുള്ള അഭ്യാസത്തിലൂടെ, ചേതസ ന അന്യഗാമിന, ന അരുത്, അന്യ മറ്റൊന്ന്, ഗാമിന പോകാതെ, ചേതസ മനസ്സ് മറ്റൊന്നിലേക്ക് പോകാതെ നിരന്തരം യോഗിയെ പോലെ അഭ്യാസത്തിലൂടെ എന്നിലേക്ക് മനസ്സർപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. പരമം പുരുഷം ദിവ്യം യാതി, പരമമായ പ്രപഞ്ചപുരുഷ ചൈതന്യത്തിലേക്ക് പോകുന്നു. ദിവ്യമായ പ്രപഞ്ചപുരുഷ ചൈതന്യത്തിലേക്ക് യാതി പോകുന്നു. പാർത്ഥ അനുചിന്ത, നല്ല ഡീപ്പായിട്ട് ചിന്തിച്ചു നോക്കുക, നിനക്ക് മനസ്സിലാവും. ആ ആത്മാവ് എന്നിലേക്ക് തന്നെ, പരമമായ ചൈതന്യത്തിലേക്ക് തന്നെ വന്നു ചേരുന്നു. കവിം പുരാണം അനുശാസിതാര മനോരണീയാം സമനുസ്മരേദ്യ സർവസ്യ ധാതാരമചിന്യ രൂപം ആദിത്യവർണം തമസപരസ്താത് സർവസ്യ ധാതാരമചിന്യ രൂപം. എല്ലാത്തിനെയും ധരിക്കുന്ന, സർവസ്യ ധാധാരം, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന, എല്ലാം നിലനിൽക്കുന്ന ആ സൂര്യ തേജസ്സുള്ള ആദിത്യവർണം, എല്ലാ ഇരുട്ടുകളെയും അജ്ഞതയെയും മാറ്റിമറയ്ക്കുന്ന, ഇരുട്ടും അജ്ഞതയും ഇല്ലാതെയാക്കുന്ന, അണോരണീയാംസം അനുസ്മരേദ്യ, അണുക്കളിൽ പോലും ആ അണുവിൻ്റെ ചൈതന്യം പകർന്നു കൊടുക്കുന്ന ആ ചൈതന്യത്തെ കവിം പുരാണം അനുശാസിതാര. ഈ പുരാണങ്ങളിലും പണ്ട് മുതൽക്ക് തന്നെ ഈ കവികള്, വേദ പണ്ഡിതന്മാർ വാഴ്ത്തുന്ന ആ ചൈതന്യം അനുസ്മരേദ്യ, അനുസ്മരിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ, നിലനിൽക്കുകയാണെങ്കിൽ അവരെന്നിലേക്ക് തന്നെ എത്തിച്ചേരും. എൻ്റെ ആ ചൈതന്യം ആദിത്യവർണം, സൂര്യ തേജസ്സാണ്, ഇരുട്ടിനെ അകറ്റുന്നതാണ്, സർവസ്യ ധാതാരം, എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നതും,
ധരിക്കുന്നതുമാണ്. അചിന്ത്യ രൂപം, രൂപത്തെക്കുറിച്ച് ചിന്തിച്ച് വെൽ ഡിഫൈൻഡ് രൂപമില്ലാത്തതാണ്. അങ്ങനെയുള്ള ഒന്നിലേക്ക് അണുവിൽ പോലും ആ ചൈതന്യത്തെ പ്രസരിപ്പിക്കുന്ന, അതിനെ അനുസ്മരിദ്യ എന്ന് സ്മരിച്ചുകൊണ്ട് പോകുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും അതിപുരാതന കാലം മുതൽക്കുള്ള വേദപണ്ഡിതന്മാർ പറയുന്നു അവിടേക്ക് എത്താൻ സാധിക്കും എന്ന്. പ്രയാണകാലേ മനസാ അചലേന, അചലമായ മനസ്സുകൊണ്ട് പ്രയാണകാലത്തിൽ ദുഷ്ടകർമ്മം രാവിലെ തൊട്ട് രാത്രി വരെ ചെയ്തിട്ട് മരിക്കുന്ന സമയത്ത് കൃഷ്ണനെ ആലോചിച്ചുകൊണ്ടിരുന്നാൽ ഒരു പ്രയോജനം ഇല്ല കേട്ടോ. അവസാനം വരെ നന്മ ചെയ്തിട്ട് എന്ന് തന്നെ പറയണം. പ്രയാണകാലേ മനസാ അചലേന ഭക്തിയായുക്തോ, മനസ്സിൽ അചലമായ ഭക്തിയോടുകൂടി, ഭക്തിയായുക്തോ ഭക്തിയോടുകൂടി യോഗബലേന ചെയ്വ, യോഗബലത്തിൽ ഒരു യോഗിക്കുണ്ടാവുന്ന ബലവും ഭക്തിയും കൂടി ചേർത്ത് ഭ്രുവോർ മധ്യേ പ്രാണമാവേശ്യ സമ്യക്, ഈ പോയിന്റിൽ നമ്മളുടെ പ്രാണനെ ഫോക്കസ് ചെയ്ത്, എനിക്ക് നിങ്ങൾക്ക് പറ്റുന്ന പരിപാടിയല്ല, ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, സദം പരം പുരുഷമുപൈതി ദിവ്യം, അങ്ങനെ ജീവാത്മാവിനെ ത്യജിക്കുന്ന, ജീവനെ മോചിപ്പിക്കുന്ന ആ യോഗിക്ക് എനിക്ക് നിങ്ങൾക്കും അല്ല, ആ യോഗിക്ക് പരം പുരുഷമുപൈതി ദിവ്യം, ദിവ്യമായ പരമപുരുഷ ചൈതന്യത്തിലേക്ക് ഇൻഡിവിഡുവൽ സോൾ വിൽ ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ ദ കോസ്മിക് സോൾ, ജീവാത്മാവ് പരമാത്മാവിലേക്ക് അലിഞ്ഞു ചേരും. അങ്ങനെ ഒരു യോഗിക്ക് യദക്ഷരം വേദവിദോ വദന്തി വിശന്തി യതയോ വീതരാഗ യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ പ്രവിക്ഷ്യേ. യദിച്ഛന്തോ ആഗ്രഹിക്കുന്ന, യദിച്ഛന്തോ ഏതൊന്നാണ് ആഗ്രഹിക്കുന്നത്, ബ്രഹ്മചര്യം, പരമമായ ബ്രഹ്മത്തിലേക്കുള്ള ഒരു പ്രയാണം, ചരന്തി ആ ബ്രഹ്മത്തിലേക്ക്, പരമമായ സത്യത്തിലേക്ക്, പരമമായ ബ്രഹ്മത്തിലേക്കുള്ള പ്രയാണം ആഗ്രഹിക്കുന്ന യോഗികൾ, തത്തേ പദം, ആ പദത്തിലേക്ക് അവരെങ്ങനെ എത്തുന്നു എന്ന് യദക്ഷരം വേദവിദോ വദന്തി. ഇവിടെ അക്ഷരം എന്നുള്ളതിന് സന്ദേശം എന്ന് തൽക്കാലം നമുക്കെടുക്കാം. അല്ലെങ്കിൽ യദക്ഷരം ബ്രഹ്മം, നാശമില്ലാത്ത ബ്രഹ്മത്തിലേക്ക് എന്നൊരു അർത്ഥം എടുക്കാം. അല്ലെങ്കിൽ ബ്രഹ്മം യദക്ഷരം വേദവിദോ വദന്തി, ഏത് സന്ദേശമാണോ വേദവിദോ വേദമറിയുന്നവര് വദന്തി പറയുന്നത്, വേദമറിയുന്നവര്, അറിവ് ഉള്ളവര്, വേദമറിയുന്നവര്, അറിവുള്ളവർ പറയുന്നത് വിശന്തി യതയോ വിതരാഗ, യതയോ ഞാനും നിങ്ങളുമല്ല, യതയോ യതികള് ഓർമ്മിക്കുക. എൻ്റെ അച്ഛൻ്റെ സഹോദരി അമ്മായിയമ്മ ഒരിക്കൽ പറയുകയുണ്ടായി, ഇതൊക്കെ കേൾക്ക, അങ്ങനെ ഒരു യാത്രയ്ക്കാണ് ഞാൻ പുറപ്പെടുന്നത്. അവരാണെങ്കിൽ അസൂയ, കുശുംബ, കുനിഷ്ഠ, പരദൂഷണം, പാരവെപ്പ്, കാലുവാരല, കുന്നായ്മ എല്ലാം ഉള്ള അമ്മായിയ, എൻ്റെ തന്നെയാ. അവർക്ക് വേണ്ടിയിട്ടല്ല ഇത് പറഞ്ഞിരിക്കുന്നത്. വിശന്തി, അവര് ശരിക്ക് ഇൻവോൾവ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. യതയോ വീതരാഗ, വീതരാഗ ബന്ധനമില്ലാത്ത യതികള് അങ്ങോട്ട് പ്രയാണം ചെയ്യുന്നു, അതിൽ ഇൻവോൾവ്ഡ് ആയിരിക്കുന്നു, നിറഞ്ഞിരിക്കുന്നു. ഏതില്? അവർ ഈ പരമമായ ബ്രഹ്മസാക്ഷാത്കാരത്തില്, ബ്രഹ്മജ്ഞാനത്തിലേക്ക്, ബ്രഹ്മാനന്ദത്തിലേക്ക്, ആ ബ്രഹ്മചൈതന്യത്തിലേക്ക് പ്രയാണം ചെയ്യണമെന്ന് യതിച്ഛന്തോ ആഗ്രഹിക്കുന്നു. ബ്രഹ്മചര്യം, ആ ബ്രഹ്മചൈതന്യത്തിലേക്ക് അവർ ചരിക്കുന്നു, പോകുന്നു. തത്തേ പദം, ആ പോകുന്ന ആ പൊസിഷൻ, തത്തേ പദം, ആ അവസ്ഥ, ആ സ്റ്റാറ്റസ്, ആ സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സ് സംഗ്രഹേണ പ്രവക്ഷ്യേ. അത് ഞാൻ രത്ന ചുരുക്കമായിട്ട് നിനക്ക് പറഞ്ഞുതരാം. കാരണം എന്താ വെച്ചാൽ നീ ചോദിക്കാൻ പോണ ചോദ്യം അടുത്തതാണ്. അതാണ് നിന്റെ ചോദ്യത്തിന്റെ പോക്ക് കാണുമ്പോഴത്തേക്കും അർജുന എനിക്ക് മനസ്സിലാവും നീ അടുത്ത ചോദ്യം ചോദിക്കാൻ പോകുന്നത് അതാണ്. നീ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ എങ്ങനെയാണോ യോഗികളെ, യതിവര്യന്മാര്, ബന്ധനമില്ലാതെ ജീവിക്കുന്നവര് പരമമായ ബ്രഹ്മചര്യത്തിന്റെ, ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ അവസ്ഥയിലേക്ക് എങ്ങനെയാണോ പോകുന്നത് എന്ന് വേദവിജ്ഞാനികള്, വൈദികര വേദ പണ്ഡിതര് അവര് വിവരിച്ചിരിക്കുന്ന ഏതക്ഷരം, ആ വിവരണം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. 12 8-ാമത്തെ അധ്യായം 12. സർവദ്വാരാണി സംയമ്യ, നിങ്ങൾക്കും എനിക്ക് സാധിക്കില്ലെന്ന് ഇന്നലെ പറഞ്ഞു. സംയം മനോഹൃതി നിരുദ്ധ്യച,
നമ്മുടെ ശരീരത്തിലെ 9 അല്ലെങ്കിൽ 11 ദ്വാരങ്ങളെയും അടച്ച് നിയന്ത്രിച്ച് മനോഹൃതി നിരുദ്ധ്യച, മനസ്സിനെ ഹൃദയത്തിൽ അങ്ങ് ഫോക്കസ് ചെയ്തിട്ട്, കാരണം ഞാൻ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്, ഹൃദയേ അർജുന തിഷ്ഠതി, ഹൃദയത്തിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തിലേക്ക് മനസ്സിനെ ഫോക്കസ് ചെയ്തിട്ട് മൂർധനി ആദായ ആത്മന, ഇവിടെ തന്നെ ആത്മാവിനെ കൊണ്ടുവന്ന് നിർത്തിയതായിട്ട് യോഗിയുടെ എക്സ്പീരിയൻസ് നടത്തിയിട്ട് പ്രാണമാസ്ഥിതോ യോഗധാരണം, ഇവിടെ ആത്മാവിനെ നിർത്തുന്ന ആ പ്രാണന്റെ ചലനവും മൂർധനീയത്തിൽ നിർത്തിയിട്ട് ആസ്ഥിതോ നിർത്തിയിട്ട് യോഗധാരണം, ഒരു യോഗിയുടെ ഏറ്റവും ഉയർന്ന ലെവലിലെത്താം. ഇന്ന് മഹാകവി അക്കിത്തത്തിന് യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി ജ്ഞാനപീഠം അവാർഡ് കൊടുക്കുന്നുണ്ട്, ഒരു യോഗ്യതയില്ലാത്ത വ്യക്തി. എന്നാലും കൊടുത്തത് ജ്ഞാനപീഠമായ സ്ഥിതിക്ക് അദ്ദേഹം ജ്ഞാനപീഠം സ്വീകരിച്ചവനായി. യോഗ്യതയില്ലാത്തവനാ കൊടുത്തത്, എങ്കിലും അങ്ങേർക്ക് അത് കിട്ടി. ഈ കൊറോണ കാരനാണ്. അപ്പോൾ യോഗധാരണം യോഗിയുടെ അവസ്ഥയിലേക്ക് എത്തുന്നു അയാൾ. ഇത്രയും പറയണം, സർവദ്വാരാണി സംയമ്യ. ആ യോഗിയുടെ അവസ്ഥയിലേക്ക് എത്തിയ വ്യക്തിക്ക് ഓം ഇതി ഏക അക്ഷരം, ഓം എന്ന് പറയുന്ന ഒരൊറ്റ അക്ഷരം, ബ്രഹ്മം, അത് പരമമായ ബ്രഹ്മമാണെന്ന് മനസ്സിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് വ്യാഹരൻ ആ ഓം ഓം എന്ന് ആലപിച്ച് മാം അനുസ്മരൻ, എന്നെ തന്നെ അനുസ്മരിച്ചുകൊണ്ട് യപ്രയാതി, ആരാണോ ഗ്ലോറിയസ്ലി യോഗയിലൂടെ ചലിക്കുന്നത്, ത്യജൻ ദേഹം, അങ്ങനെ എന്നെ സ്മരിച്ചുകൊണ്ട് ദേഹത്തെ ഉപേക്ഷിക്കുന്നത്, സയാതി, അയാൾ പോകുന്നു പരമാം ഗതിം, പരമമായ ഗതിയിലേക്ക് അദ്ദേഹം പോകുന്നു. ഇനി 14, ഇന്ന് മുതൽക്ക് എടുക്കുന്നത് 8-ാം അധ്യായത്തിലെ 14-ാമത്തെ അന്യചേതാഹ, അനന്യചേതാഹ, മറ്റൊന്ന് എന്ന വിചാരമില്ലാതെ, ഞാനും കൃഷ്ണനും ഒന്നാണ്, അല്ലെങ്കിൽ മറ്റൊരു ചിന്തയില്ലാതെ, അനന്യചേത, മറ്റൊരു ചിന്തയില്ലാതെ, സതതം, എപ്പോഴും, യോ, ആരാണോ, മാം, എന്നെ, സ്മരതി, സ്മരിക്കുന്നു, നിത്യശഃ, ബ്രേക്കില്ലാതെ, നിത്യശഃ, എന്നും ബ്രേക്കില്ലാതെ, സിമ്പിൾ സംസ്കൃതമാണല്ലോ. അനന്യചേതാഹ യഹ സതതം അനന്യചേതാഹ, ആരാണോ എപ്പോഴും മറ്റൊന്നിലേക്ക് ചിന്തിക്കാതെ, മാം നിത്യശഃ സ്മരതി, എന്നെ തന്നെ നിത്യമായിട്ട് സ്മരിക്കുന്നു, തസ്യ, അദ്ദേഹത്തിൻ്റെ, അദ്ദേഹത്തിന്, അഹം, ഞാൻ, സുലഭ പാർത്ഥ, അങ്ങർക്ക് എന്നെ എത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല, സുലഭ, ഗ്ലോറിയസ്ലി അവൈലബിൾ ആണ്. സുലഭ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോറിയസ്ലി ഞാൻ അയാൾക്ക് അവൈലബിൾ ആണ്. അപ്പൊ യഥാർത്ഥത്തിൽ എന്നെ സ്മരിച്ചുകൊണ്ട് ജീവിതത്തിൽ എല്ലാ പ്രവർത്തികളും ചെയ്യുന്ന വ്യക്തികൾ, ബ്രേക്ക് ഇല്ലാതെ എന്നിൽ തന്നെ അർപ്പിച്ചിരിക്കുന്ന, എന്നെ ഉപാസിക്കുന്ന, എന്നെ തന്നെ ആശ്രയിക്കുന്ന ആ യോഗിക്ക് അല്ലെങ്കിൽ വ്യക്തിക്ക്, തസ്യ അഹം സുലഭ പാർത്ഥ, അല്ലയോ അർജുന, ഞാൻ അയാൾക്ക് സുലഭ, ഈസിലി അപ്രോച്ചബിൾ ആണ്, എളുപ്പത്തിൽ എന്നെ പ്രാപിക്കാൻ സാധിക്കും. നിത്യയുക്തസ്യ യോഗിനഃ, ഇവിടെയും യോഗി എന്നുണ്ട്. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്ന വ്യക്തികൾക്ക് തോന്നരുത് ഞാൻ, നിങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഇനി റിട്ടേണിങ് ഇല്ലാത്ത പരമമായ പദത്തിലേക്ക് എത്താൻ പോകുകയാണ്, അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ് ഇതെന്ന്. ഞാനും നിങ്ങളും യോഗിയുടെ ലെവലിൽ എത്തിയിട്ടില്ല, എത്തേണ്ട ആവശ്യവും ഇല്ല. നമ്മൾ യോഗികളല്ല, നമ്മൾ ഒന്നില്ലെങ്കിൽ രോഗികള് അല്ലെങ്കിൽ ഭോഗികള്, 3 കാറ്റഗറിയാണ്. 1 രോഗി, 2 യോഗി, 3 ഭോഗി. ഭോഗി തിന്നാൻ വേണ്ടി തന്നെ ജീവിക്കുന്നവര് ഭോഗികള്, തിന്നാൻ വേണ്ടി തന്നെ ജീവിക്കുന്നവര് ഭോഗികള്, തിന്ന് അസുഖം വരുന്നവര് രോഗികള്. ഇത് രണ്ടും അടുത്ത് ഒരേ കാലം ഉപാസന നടത്തിയവര് യോഗികള്. അങ്ങനെ ആരെങ്കിലും കേരളത്തിലുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതായിട്ടും അറിഞ്ഞുകൂടാ. യൂട്യൂബില് ചിലര് ഹിമാലയത്തിലെ കൊടും തണുപ്പില് -25 -30 ഡിഗ്രിയിൽ ഒരു തോർത്തമുണ്ട് മാത്രം ഉടുത്തോണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് നടക്കുന്നത് കണ്ടിട്ടുണ്ട്.
അപ്പം ഇനി അവരെ പോലെയുള്ളവർ യോഗികളാണോ? ആയിരിക്കാൻ സാധ്യതയുണ്ട്. നമുക്കൊന്നും അവിടെ പോയി നിൽക്കാൻ പോലും ഒരു മിനിറ്റ് പറ്റാത്ത അവസ്ഥയിൽ അവരത് ചെയ്യുമ്പോൾ യോഗികളായിരിക്കും. രൂപഭാവങ്ങൾ നോക്കിയിട്ട് ഒരാളെ യോഗിയാണോ ഒന്ന് പറയാനും സാധിക്കില്ല. അങ്ങനെയുള്ള യോഗികൾ ഹിമാലയത്തിൽ തപസ്സിന് ഡോക്ടർ പി രാമൻ എന്ന് പറയുന്ന ഡെർമാറ്റോളജിസ്റ്റ്, നിങ്ങൾ മിക്കവാറും ആൾക്കാർ കേട്ടുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രഗത്ഭനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നല്ലോണം സംസ്കൃതം അറിയാം. അത് കാഷ്വലിയാ സംസ്കൃതം പറയുക. ഉപനിഷത്തുക്കളും എല്ലാം അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം പറയാറുണ്ട്, ഹിമാലയത്തിലേക്ക് പോകുമ്പോഴത്തേക്കും ധാരാളം യോഗികളെ അദ്ദേഹം കണ്ടിട്ടുണ്ടെന്ന് പറയാറുണ്ട്. ഒരു ഡോക്ടർ MBBS MD ഡെർമാറ്റോളജിസ്റ്റ് നുണ പറയാൻ സാധ്യതയില്ല. അപ്പം അവിടെ ഇങ്ങനെയുള്ള യോഗികൾ ഉണ്ടാവുമായിരിക്കാം. ഞാൻ ഇത്രയും പറയാൻ കാരണം എന്താ അറിയാമോ? നിങ്ങൾ പേടിക്കണ്ട, നമ്മൾ പേടിക്കണ്ട, നമ്മൾ ആ ലെവലിലേക്കൊന്നും പോവില്ല. പിന്നെ എന്തിനാ അത് പഠിക്കുന്നത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, പല പല അവസ്ഥകൾ പല പല വ്യക്തികൾക്ക് പല പല സമയത്ത് പല പല രീതിയിൽ പല പല രാജ്യത്തിലുണ്ട്. അതറിയുക. ഭാരതം മുഴുവനും പര്യടനം നടത്താൻ സാധിച്ചില്ലെങ്കിലും നമുക്ക് സാധിച്ചില്ലെങ്കിലും ഭാരതത്തിൻ്റെ മാപ്പ് വെച്ച് ഭാരതത്തെ ഒന്ന് കണ്ടുകൂടെ? നമുക്ക് ഭാരതത്തിൻ്റെ മാപ്പ് ഭൂപടം വെച്ച് നമുക്ക് ഭാരതത്തെ കണ്ടുകൂടെ? അത്രയേ ഉള്ളൂ. അതൊക്കെ പഠിക്കുമ്പോഴാണ്, 10ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിലും ഉള്ള വിഷയം അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല എന്നറിയുന്നത്. അതല്ല BSc MSc ഒക്കെ പഠിക്കുമ്പോഴാണ് പ്രീ ഡിഗ്രിയും 10ാം ക്ലാസ്സും ഒന്നും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല എന്നറിയുന്നത്. അപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള കാര്യത്തെക്കുറിച്ച് മനസ്സിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനേക്കാൾ താഴെ നമ്മളിപ്പോൾ ഇരിക്കുന്ന അവസ്ഥയൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, അത്ര സിമ്പിളാണ് എന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പം നമ്മളുടെ ധാരണ അങ്ങനെയല്ല. ഞാൻ അനുഭവിക്കുന്ന വേദനയൊന്നും ഗോപാലകൃഷ്ണൻ സാറിന് അറിഞ്ഞുകൂടാ, വെറുതെ ഭഗവത്ഗീതയൊക്കെ പറഞ്ഞുകൊണ്ട് അത് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കല്ലാതെ എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ നമ്മളെക്കാളൊക്കെ എത്രയോ അപ്പുറത്തിരിക്കുന്ന കുറേ അധികം യോഗികളുണ്ട് എന്ന് പണ്ട് മുതൽക്കേ പറയുന്നു. മാത്രമല്ല വേദവ്യാസനെ പോലെയുള്ളവർ ഈ 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളൊക്കെ എഴുതുക. പിന്നെ 4 വേദങ്ങളെ 4ആയിട്ട് വിഭജിക്കുക. പൂർവമീമാംസ ജൈമിനി, ഉത്തരമീമാംസ വേദവ്യാസനും എഴുതുക. ഇതെല്ലാം എഴുതിയ ഒരു അമാനുഷികരായ വ്യക്തികളൊക്കെ ഇവിടെ ഉണ്ട്. അവരെ പോലെയുള്ള റെയറസ്റ്റ് ആയിട്ടുള്ള വ്യക്തികളെ ആയിരിക്കും യോഗികളെന്ന് പറയുന്നത്. അപ്പോൾ അയാള് സ്മരതി അനന്യചേതാഹ സതതം യോ മാം സ്മരതി നിത്യശഃ തസ്യ അഹം സുലഭ പാർത്ഥ നിത്യയുക്തസ്യ യോഗിനഃ. എന്നും എന്നെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എന്നെ പ്രാപിക്കുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ല എന്ന് വളരെ സിമ്പിളായിട്ട് കൃഷ്ണൻ അർജുനനോട് പറഞ്ഞു കൊടുക്കും. ശ്ലോകം 15 8ാം അധ്യായം. മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയമശാശ്വതം. പെട്ടെന്ന് ഈ ദുഃഖാലയമശാശ്വതം എന്നുള്ള വരി കൺഫ്യൂസിങ് ആണ്. അതായത് നമ്മളുടെ ജീവിതം, അത് നമ്മൾ ജീവിക്കുന്നില്ലേ, അത് ശാശ്വതമല്ല, അശാശ്വതമാണ്. അവിടെ ദുഃഖങ്ങളുണ്ട്. ഹാപ്പിനെസ് ഈസ് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സോറോസ്. ഇതാണ് സായിബാബ പറഞ്ഞിരുന്നതെന്നാണ് ഞാൻ വായിച്ചത്. വേറെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹാപ്പിനെസ് ഈസ് ദ ഇൻ്റർവെൽ ബിറ്റ്വീൻ 2 സോറോസ്. 2 ദുഃഖങ്ങൾക്കിടയ്ക്കുള്ള ഇടവേളയാണ് സന്തോഷം എന്ന് പറയുന്നത്. ഞാനൊരു 2-3 ദിവസം മുമ്പ് പറഞ്ഞല്ലോ, സുഖം ഒരു നാൾ വരും വിരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ. അപ്പോൾ ഇവിടെ എന്താ? ദുഃഖാലയം അശാശ്വതം. ശരിക്കും നമ്മളുടെ ജനന മരണങ്ങളിൽ ഒരു ജനനവും ശാശ്വതമല്ല. അപ്പോൾ ദുഃഖം നിറഞ്ഞ നമ്മളുടെ ജനന മരണങ്ങൾ, ഞാനിങ്ങനെ ഈ ശരീരത്തിൽ ഞാൻ ശാശ്വതനല്ലല്ലോ, ശാശ്വതമായ ഒരു ജന്മം എനിക്കില്ല. ഇതിങ്ങനെ തന്നെ ജനന മരണങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പൊ ദുഃഖാലയം അശാശ്വതം പുനർജന്മ മാമുപേത്യ. എന്നെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഈ ദുഃഖം നിറഞ്ഞിരിക്കുന്ന താൽക്കാലിക ജന്മങ്ങൾ എന്ന് പറഞ്ഞ അർത്ഥം മനസ്സിലായല്ലോ. ഏതാണ്ട് ഡേറ്റ് ഓഫ് ബർത്തിനും ഡേറ്റ് ഓഫ് ഡെത്തിനും ഇടയ്ക്കുള്ള ജീവിതം, അത് ദുഃഖം നിറഞ്ഞതാണ്. സുഖം ഒരു ബിന്ദു, ദുഃഖം ഒരു ബിന്ദു, ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെൻഡുലമാടുന്നു. ജീവിതം അതു ജീവിതം. അർത്ഥം മനസ്സിലായല്ലോ. എന്ത് രസാണല്ലേ കവികൾ പാടിയത്. സുഖം ഒരു ബിന്ദു, ദുഃഖം ഒരു ബിന്ദു, ബിന്ദുവിൽ നിന്ന് ബിന്ദുവിലേക്ക് ഒരു പെൻഡുലമാടുന്നു.
ജീവിതം അത് ജീവിതം. ആ ജീവിതത്തിൽ അത് ടെമ്പററിയാണ്. ലാസ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ വി വർ നോട്ട് ഹിയർ, നെക്സ്റ്റ് സെഞ്ച്വറി ദിസ് ഡേ ഓൾസോ വി വിൽ നോട്ട് ബി ഹിയർ. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഈ ദിവസം നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നില്ല, അടുത്ത നൂറ്റാണ്ടിൽ ഈ ദിവസവും നമ്മൾ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. KR ഗൗരിയമ്മയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നമ്മളെ പോലെയുള്ള നന്മ ചെയ്യുന്ന വ്യക്തികളെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ഓർമ്മിപ്പിക്കുക, മാം ഉപേത്യ പുനർജന്മ ദുഃഖാലയം അശാശ്വതം. വിവരിക്കാൻ ബുദ്ധിമുട്ടാണ്. ദുഃഖങ്ങൾ നിറഞ്ഞ ശാശ്വതമല്ലാത്ത ഈ പുനർജന്മത്തിലൂടെ പുനരഭിജനനം പുനരഭിമരണം ഇതിങ്ങനെ താൽക്കാലികമായിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്ന വ്യക്തിക്ക് മാമുപേത്യ എന്നെ പ്രാർത്ഥിക്കുന്ന മാമുപേത്യ മഹാത്മനഃ, മഹാത്മാക്കള് എന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സംസിദ്ധിം പരമാം ഗതിം, പരമമായ ഗതിയിലേക്ക് അവർ പോകുന്നു. പരമമായ ഗതിയിലേക്ക് അവർ പോകുന്നു. ഏത്? ദുഃഖാലയം അശാശ്വതം ന ആപ്നുവന്തി. ജനന മരണങ്ങളിലൂടെയുള്ള ദുഃഖം നിറഞ്ഞ ജീവിതത്തിലേക്ക് അവർ പോവില്ല. എന്താ ഒരു സംസ്കൃത സ്ട്രക്ചർ! അതായത് പുനർജന്മത്തിലൂടെ നിരന്തരം ദുഃഖകരമായ എന്നാൽ ടെമ്പററി ആയിട്ടുള്ള ജീവിതം, 10-85 വയസ്സ് വരെ കഴിഞ്ഞാൽ പിന്നെയും മരിക്കണം, പിന്നെയും ജനിക്കണം, പിന്നെയും മരിക്കണം, പിന്നെയും ജനിക്കണം. അങ്ങനെ ഒരു ജന്മത്തിലേക്ക് അവ ആപ്നുവന്തി പോകുന്നില്ല. ആര്? മഹാത്മനഃ. ഇങ്ങനെയുള്ള മഹാത്മാക്കള് മാമുപേത്യ, എന്നെ ആശ്രയിച്ച മഹാത്മാക്കള് സംസിദ്ധിം, ഗ്ലോറിയസ് ആയിട്ടുള്ള സിദ്ധിയിലൂടെ പരമാം ഗതാഹ, പരമമായ ഗതിയിലേക്ക് പോകുന്നു. അങ്ങനെ പരമമായ ഗതിയിലേക്ക് അവർ പോയോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെ ഇതൊക്കെ ശരിയാണോ എന്ന് അറിയാം? ഒരു കാര്യം ഉറപ്പാ, ഡോക്ടർ ബി രാമമൂർത്തി, അപ്പോളോ ഹോസ്പിറ്റൽ ചെന്നൈയിലെ, അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റാണ്, സൈക്കാട്രിസ്റ്റുമാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ കുറേ ഡോക്ടർ ബാലകൃഷ്ണൻ, ഡോക്ടർ ലീല തുടങ്ങിയ കുറേ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഒരു നല്ല ഒരു ആർട്ടിക്കിൾ ഹിന്ദു ന്യൂസ് പേപ്പർ 2011 എഴുതുകയുണ്ടായി. 2011 അത് വായിച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. 2011 9 വർഷം കഴിഞ്ഞു. അദ്ദേഹം എന്താ പറഞ്ഞറിയാമോ അതിൽ ലാസ്റ്റ് കൺക്ലൂഷൻ? For the modern science to understand what ancient Indian rishis said, it will take minimum 25 more years. ഈ മോഡേൺ ശാസ്ത്രജ്ഞന്മാർക്ക് നമ്മളുടെ ഋഷിമാർ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഒരു 25 വർഷം കൂടി എടുക്കും. അങ്ങനെയുള്ള ടൂളൊക്കെ ഉപയോഗിച്ചാലേ അത് പറ്റുള്ളൂ. മോഡേൺ സയൻറ്റിസ്റ്റിന് നമ്മുടെ ഋഷിമാർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇനി ഒരു 25 വർഷവും കൂടി മോഡേൺ സയൻസ് വളരണം. മോഡേൺ സയൻസ് വളരണം. വളരെ സിമ്പിൾ, അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ? മോഡേൺ സയൻസ് വളർന്നാലേ, 25 വർഷം കൂടി വളർന്നാലേ നമ്മുടെ ഋഷിമാർ എന്താണ് പറഞ്ഞത് എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ പറയുന്നു മഹാത്മന സംസിദ്ധിം പരമാംഗതിം, എന്നെ ആശ്രയിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് പുനരഭിജനനം പുനരഭിമരണം ഉണ്ടാവാതെ ഈ ദുഃഖകരമായ ജീവിതത്തിൽ, ഇങ്ങനെ ദുഃഖകരമായ ജീവിതമാണെന്ന് തോന്നുന്നവരുടെ കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ വെട്ടിപ്പിടിക്കാനും കെട്ടിപ്പടുക്കാനും പറ്റിച്ചെടുക്കാനും തട്ടിപ്പറിക്കാനും ഒക്കെ ഇറങ്ങി പുറപ്പെട്ട വ്യക്തികളെക്കുറിച്ച് ന്യായീകരിക്കുന്നത് നമ്മളുടെ NN കൃഷ്ണദാസ് എന്ന CPM നേതാവ് മലയാള മനോരമയിൽ പറയുന്നത് കേട്ടു. പാലക്കാടുകാരോടുണ്ടായിരുന്ന ബഹുമാനം, ആ മനുഷ്യന്റെ ധാർഷ്ട്യം, അഹങ്കാരം, ചതി, വഞ്ചന, തറ വാക്കുകൾ കേട്ടപ്പോൾ അറപ്പ് തോന്നി. ഇയാൾക്ക് ജന്മം നൽകിയ അച്ഛനെയും അമ്മയെയും കുറിച്ചിട്ടാണ് എനിക്ക് അറപ്പ് തോന്നിയത്. അത്രയും ദുഷ്ടത്തരമാണ് അയാൾ ന്യായീകരിക്കുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള ന്യായീകരണം. ഏതായാലും അങ്ങനെയുള്ളവരെ ഇനി എത്ര ജന്മം കഴിഞ്ഞാലും ശരിയാവില്ല. അതിനാണ് യഥാർത്ഥത്തിൽ ഗംഗയിൽ പോയിട്ട് കുളിക്കണം. പാവയ്ക്ക 150 പ്രാവശ്യം ഗംഗയിൽ മുക്കിയാലും അതിൻ്റെ കയ്പൊന്നും പോവില്ല. ഇതുങ്ങളെ പോലെയുള്ളവർ ഗംഗയിൽ പോയിട്ട് മുങ്ങിയാൽ ഗംഗാവെള്ളം കഴിക്കുമെന്നല്ലാതെ ഇവരുടെ പാപം പോവില്ല. അപ്പം അങ്ങനെയുള്ളവരുടെ കാര്യം അല്ല പറയുന്നത്, കുറെ കൂടി പെർഫെക്റ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ കാര്യം. 8-ാം അധ്യായത്തിലെ 16-ാമത്തെ വരി, ആ ബ്രഹ്മഭുവനാലോകാഹ പുനരാവർത്തിനോ അർജുന. ഏതെങ്കിലും വാക്കുകൾ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ അതിൽ എഴുതി കഴിഞ്ഞാൽ ഞാൻ നാളെ വിവരിക്കാം. ആ ബ്രഹ്മഭുവനാലോക, ബ്രഹ്മലോകം മുതൽക്ക് ഭൂലോകം വരെയുള്ള ലോകം. ആ ബ്രഹ്മഭുവനാലോകാൽ, ബ്രഹ്മലോകം മുതൽക്ക് ഭൂമി വരെയുള്ള ലോകങ്ങള്, സൂര്യലോകം, ചന്ദ്രലോകം,
അങ്ങനെ മഹർലോകം, അങ്ങനെയുള്ള ലോകങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പോയിട്ട് നേരിട്ടൊന്നും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ബ്രഹ്മലോകം മുതൽക്ക് ഭൂലോകം വരെയുള്ള ഈ ലോകത്തില് പുനരാവർത്തി, പുനരഭിജനനം, ഈ ആത്മാവ് കിടന്ന് ഇങ്ങനെ കറങ്ങുന്നു. അങ്ങനെ പുനരാവർത്തി അർജുന, അങ്ങനെ കറങ്ങാതെ, അർത്ഥം മനസ്സിലായി? ഓരോ ലോകത്തിലൂടെയും നമ്മുടെ ആത്മാവ് മരിച്ചു കഴിഞ്ഞാൽ പോകും, അത്രേ. മോഡേൺ സയൻസിന് അത് പറയാൻ കുറെ കാലമെടുക്കും. പക്ഷെ ബ്രയൻ എൽ വൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കാതറിൻ എന്ന പെൺകുട്ടിയും പിന്നീട് മറ്റു പലരിലും നടത്തിയിരിക്കുന്ന പരീക്ഷണത്തിലൂടെ നമ്മുടെ ഭാരതീയര് പറഞ്ഞിരിക്കുന്ന പുനർജന്മവും അതൊക്കെ കറക്റ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. ഒരു സയന്റിസ്റ്റും അതിനെ എതിർത്തിട്ടും ഇല്ല അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ. അപ്പോൾ ബി രാമമൂർത്തി പറഞ്ഞിരിക്കുന്നത് ശരിയായി കൊണ്ടുവരുന്നു. അതുകൊണ്ട് ഇത് ശരിയാവണം. നമുക്ക് എക്സ്പെരിമെന്റൽ പ്രൂഫ് നമുക്കില്ല. മാത്രമല്ല, ഇത് പറയുന്നത് വളരെ ഗ്ലോറിയസ് ആയിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ്, യോഗികളെ കുറിച്ചാണ്, നമ്മളെ പോലെയുള്ളവരെ കുറിച്ചല്ല. അതുകൊണ്ട് നമ്മളിത് ഓവർ ആയിട്ട് നമ്മളിതിനെക്കുറിച്ച് സ്ട്രെയിൻ എടുക്കുകയും വേണ്ട. അപ്പോൾ മാം ഉപേത്യ തു കൗന്ദേയ പുനർജന്മ ന വിദ്യതേ എന്ന് നോക്കുക. അബ്രഹ്മ ഭുവനാലോക, ബ്രഹ്മലോകം മുതൽക്ക് ഭൂലോകം വരെ പുനരാവർത്തി, പുനർജന്മവും പിന്നെയും മരണവും ജനന മരണങ്ങള് ന അർജുന, അവർക്ക് ഉണ്ടാവില്ല. ആര്? മാം ഉപേത്യ, എന്നെ ആശ്രയിച്ച്, മാം ഉപേത്യ തു, എന്നെ ആശ്രയിച്ച് തന്നെ ആരാണോ ഉള്ളത്, ഹേ കൗന്ദേയ, അയാൾക്ക് പുനർജന്മ ന വിദ്യത. എന്നെ ആശ്രയിച്ച്, എന്നെ ഉപാസിച്ച്, എന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് മാത്രം. ശ്രീകൃഷ്ണൻ എന്ന 90 കിലോ 85 കിലോ ഭാരമുള്ള വിഗ്രഹത്തെയോ രൂപത്തെയോ ദേവകി വസുദേവ പുത്രനെ അല്ല, ആ മഹാത്മാവ് നൽകിയ സന്ദേശം, ജീവിതത്തെ അടിമുടി മാറ്റാൻ പറ്റിയ ആ സന്ദേശം. എന്നെ ആശ്രയിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിരിക്കുന്നതിനെ ആശ്രയിച്ച്, അറിയാതെ പോലും ശ്രീകൃഷ്ണൻ തരുന്ന സാലറിയും DA കഴിച്ച് ജീവിക്കുന്നവര് എന്ന് പറയരുത്. എന്താ അതിൻ്റെ അർത്ഥം? ഒരു കമ്പനിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ കമ്പനിയുടെ ഉടമസ്ഥനെ ആശ്രയിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്. അത് എക്കണോമിക്കൽ, ഫിനാൻഷ്യൽ, സോഷ്യൽ എല്ലാ കാര്യത്തിലുമാണത്. അങ്ങനെയുള്ള ആശ്രയമല്ല ഇവിടെ. ശ്രീകൃഷ്ണനെ ഫിനാൻഷ്യലി, എക്കണോമിക്കലി നമ്മൾ ആശ്രയിക്കുന്നില്ല. ബൈ മെസ്സേജ് ശ്രീകൃഷ്ണൻ തന്ന സന്ദേശത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവരാരാണോ അവർക്ക് പുനർജന്മ ന വിദ്യത, അവർക്ക് പുനർജന്മമില്ല. യോഗികൾക്ക്, എനിക്കും നിങ്ങൾക്കുമുണ്ട്. നമുക്കത് വേണം. നമുക്ക് ഇനിയും തിരിച്ചു വരണം. കുറേ അധികം വർക്ക് ചെയ്യാനുണ്ട്. ഈ വർക്കൊക്കെ പിന്നെ ആരാ ചെയ്യാം? അതുകൊണ്ട് നിങ്ങൾക്ക് പുനർജന്മമില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകേണ്ട ചിന്തയേ ഉണ്ടാവണ്ട. മഹാഭാഗ്യത്തിന് നമ്മൾ യോഗികളല്ല. അപ്പൊ പുനർജന്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട. അടുത്തത് 8-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വരി. അപ്പോൾ ഇനി തികച്ചു വ്യത്യസ്തമായിട്ടൊരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. നിനക്ക് ഞാൻ പറഞ്ഞു തരാമെന്ന് കുറച്ച് മുമ്പ് കൃഷ്ണൻ പറഞ്ഞു. ഞാൻ നിനക്ക് ഈ കാര്യങ്ങൾ വിവരിച്ചു തരാമെന്ന് പറഞ്ഞു. ആ വിവരിച്ചു തരുന്നതിൽ വിഷയം മാറിപ്പോവുകയാണ്. വിഷയം സിമ്പിളാണ്, എന്നാലും വിഷയം മാറിപ്പോയിട്ട് തിരിച്ചു വരും കൃഷ്ണൻ. എന്താണ്? യുഗ പര്യന്തം, 1000 യുഗങ്ങളാണ്. യുഗ പര്യന്തം അഹര്യത് ബ്രഹ്മണോ വിദു. അഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദിവസം. ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ? ഏകാഹം, ഒരു ദിവസം. സപ്താഹം, 7 ദിവസം. നവാഹം, 9 ദിവസം. ശതാഹം, 100 ദിവസം. സഹസ്രാഹം, 1000 ദിവസം. അപ്പൊ ഏകാഹം ഒരു ദിവസം, സപ്താഹം 7 ദിവസം. 7 ദിവസം സപ്താഹ യജ്ഞം എന്ന് ചേർത്താലേ മുഴുവനായുള്ളൂ. 7 ദിവസം നീണ്ടു നിൽക്കുന്ന ഭാഗവത സപ്താഹ യജ്ഞം, 9 ദിവസം നീണ്ടു നിൽക്കുന്ന രാമായണ നവാഹ യജ്ഞം, അല്ലെങ്കിൽ ശിവപുരാണ നവാഹ സമീക്ഷ. അതുപോലെ തന്നെ ഭാഗവത സപ്താഹ ലൈറ്റ് പോയി, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വരുമായിരിക്കാം. അപ്പൊ നമ്മൾ ഓർമ്മിക്കാനുള്ളത് ശരിക്ക് 7 ദിവസം നീണ്ടു നിൽക്കുന്ന എന്നുള്ളൊരു സപ്താഹം. അപ്പൊ ഇവിടെ ബ്രഹ്മാവിന്റെ സഹസ്രയുഗ പര്യന്തം 1000 യുഗങ്ങളാണ്
അഹർ യത് ബ്രഹ്മണോ വിദുഹു, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 യുഗങ്ങളാണ്. ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 യുഗങ്ങളാണ്. രാത്രിം യുഗസഹസ്രാന്തം തേ അഹോരാത്ര വിദോ ജനാഹ, രാത്രിയും ബ്രഹ്മാവിൻ്റെ രാത്രിയും 1000 യുഗങ്ങളാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി 1000 യുഗങ്ങളാണ്, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസവും 1000 യുഗമാണ്. അപ്പോൾ 1000 യുഗം പകലും ബ്രഹ്മാവിൻ്റെ 1000 യുഗം രാത്രിയുമായിട്ട് ചേർന്നാൽ അതിനെന്താ പറയുക? ബ്രഹ്മാവിൻ്റെ ഒരു അഹോരാത്രം. മനസ്സിലായല്ലോ? അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യം പറയാൻ പോവാണേ. അത് നിങ്ങളെ പോലെയുള്ളവർക്കേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയോ, ഒരു മഹായുഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ പുരാണങ്ങളിൽ പറയുന്ന മഹായുഗമല്ല ഭാരതത്തിലെ അസ്ട്രോണമിക്കൽ മഹായുഗം. ആര്യഭടാചാര്യൻ 1, ആര്യഭടാചാര്യൻ 2, ഭാസ്കരാചാര്യൻ 1, ഭാസ്കരാചാര്യൻ 2, ലല്ലാചാര്യൻ, വടീശ്വരാചാര്യൻ, പരമേശ്വരാചാര്യൻ, ഭാസ്കരാചാര്യൻ, മഞ്ജുളാചാര്യൻ, വടീശ്വരാചാര്യൻ തുടങ്ങിയ അതിപ്രഗത്ഭരായിട്ടുള്ള മാത്തമാറ്റീഷ്യൻസും അസ്ട്രോണമേഴ്സും ഉണ്ട്. ഇവരുടെ എല്ലാവരുടെ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇവരുടെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് പബ്ലിഷ് ചെയ്തിട്ടുമുണ്ട്. ഈശ്വരാനുഗ്രഹം കൊണ്ട് ആരും വാങ്ങിച്ചിട്ടില്ല. കാരണം ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെ ആർക്കും മനസ്സിലാവില്ല. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അസ്ട്രോണമിയും മാത്തമാറ്റിക്സുമാണ് ഇവരുടേത്. അവരുടെ അസ്ട്രോണമിക്കൽ കണക്ക് പ്രകാരം ശരിക്ക് ഒരു യുഗം, ഒരു മഹായുഗം എന്ന് പറയുന്നത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ചേർന്നതാണ്. ഒരു മഹായുഗം എന്ന് പറയുന്നത് കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം ചേർന്നതാണ്. ഒരു മഹായുഗം എന്ന് പറയുന്നത് 43,20,000 വർഷമാണ്. 43,20,000 വർഷമാണ് ഒരു മഹായുഗം. അതിലെ കലിയുഗം എന്ന് പറയുന്നത് 4,32,000 വർഷമാണ്. കലിയുഗം 4,32,000 വർഷം. ദ്വാപരയുഗം 4,32,000 ഇൻറ്റു 2. ത്രേതായുഗം 4,32,000 ഇൻറ്റു 3. കൃതയുഗം 4,32,000 ഇൻറ്റു 4. ഇതെല്ലാം കൂടി ചേർത്താൽ 43,20,000 വർഷമാവും. ഇപ്പൊ കലിയുഗം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഞാൻ കുവൈറ്റിൽ ഒരു ക്ലാസ് എടുത്ത സമയത്ത്, ഇന്ത്യൻ സ്കൂളാണ്, കലിയുഗം തുടങ്ങിയിട്ട് എത്ര കാലമായി, കലിയുഗം എന്നാ തുടങ്ങിയതെന്ന് ചോദിച്ചു. ഒരൊറ്റ സ്റ്റുഡൻറ്റ് പോലും ഉത്തരം പറഞ്ഞില്ല. വീണ്ടും ഞാൻ ചോദിച്ചു, ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിനെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഇംഗ്ലീഷിലാണ്. അപ്പോൾ ഒരു 7ാം ക്ലാസ്സിൽ ഒരു സ്റ്റുഡൻറ്റ് കൈ ഉയർത്തി. അവനെന്തോ മറ്റുള്ളവരൊക്കെ ബെഞ്ചിലും കസേരയിൽ ഇരിക്കുമ്പോൾ ഇവ മാത്രം നിലത്തായിരുന്നത്. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 10-12 കൊല്ലം 15 കൊല്ലം മുമ്പാണ്. അവൻ കൈ ഉയർത്തി. അപ്പം ഞാൻ പറഞ്ഞു, ഇന്ത്യയിലെ കേരളത്തിലെ ആരോടും കലിയുഗം എന്നാ തുടങ്ങിയതെന്ന് ചോദിച്ചാൽ ആരും ഉത്തരം പറയില്ല. പക്ഷേ ഈ കുവൈറ്റിലെ ഒരു ഇന്ത്യക്കാരൻ ഉത്തരം പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ എന്നാ കലിയുഗം തുടങ്ങിയതെന്ന് ചോദിച്ചു. അവൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. എല്ലാവരും ചിരിച്ചു. സത്യം അത് തന്നെയാണ്. കാരണം കലിയുഗം തുടങ്ങിയത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രി. അങ്ങനെ ആ പയ്യൻ പറഞ്ഞതിൻ്റെ അർത്ഥമല്ലെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതാണ് സത്യം. അന്ന് വരെ നമ്മളുടെ പൈതൃകം 600 വർഷം വിദേശ മുസ്ലിങ്ങൾ ക്രൂരതയുടെ പര്യായമായ വിദേശ മുസ്ലിങ്ങൾ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചു. അത് കഴിഞ്ഞ് ഡച്ചുകാരും ഫ്രഞ്ചുകാരും പോർച്ചുഗീസുകാരും ഇംഗ്ലീഷുകാരുമായിട്ടുള്ള ക്രിസ്ത്യാനികൾ നമ്മുടെ സംസ്കാരത്തെ നശിപ്പിച്ചു. അത് കഴിഞ്ഞ്, ഇതൊക്കെ വിദേശികളാണ്. അത് കഴിഞ്ഞ് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് ശേഷം നമ്മുടെ പൈതൃകത്തെ നശിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നെഹ്റു കുടുംബാംഗങ്ങൾ ഏറ്റെടുത്തു. നമ്മുടെ അകത്തുള്ളവർ. ഇത്രയും കാലം പുറത്തുള്ളവരാ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അകത്തുള്ളവർ തന്നെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി എത്ര കാലം അത് ചെയ്യും? നമുക്കിനി അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. യഥാർത്ഥത്തിൽ കലിയുഗം ആരംഭിച്ചത് BC 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി രാത്രി 11:55. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, ഇത് മേടസംക്രാന്തി രേഖയിൽ വന്ന സമയമാണ് BC 3102 ഫെബ്രുവരി മാസം 17-ാം തീയതി വ്യാഴാഴ്ച രാത്രി 11:55. അപ്പൊ കലിയുഗം ആരംഭിച്ചിട്ട് 5122 വർഷമാണ് ഇത്. കലിയുഗം ആരംഭിച്ചിട്ട് 5102 വർഷമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസം 14-ാം തീയതിക്ക് ശേഷം.
അപ്പൊ പിന്നെ ഈ മഹായുഗം എത്രയായി? കൃതയുഗം കഴിഞ്ഞു, 4,32,000 ഇൻറ്റു 4 കഴിഞ്ഞു. ത്രേതായുഗം കഴിഞ്ഞു, 4,32,000 ഇൻറ്റു 3 കഴിഞ്ഞു. ദ്വാപരയുഗം കഴിഞ്ഞു, 4,32,000 ഇൻറ്റു 2 കഴിഞ്ഞു. കലിയുഗത്തിൽ 5122 ആമത്തെ വർഷത്തിൽ നിൽക്കുകയാണ്. ഇത് ഈ മന്വന്തരത്തിലെ വൈവസ്വത മന്വന്തരം എന്ന് പറയുന്ന 7ാമത്തെ മന്വന്തരത്തിലെ 28ാമത്തെ മഹായുഗമാണ്. അപ്പൊ ഇതിനു മുമ്പ് 27 മഹായുഗങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, 6 മന്വന്തരങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ 6 മന്വന്തരങ്ങള് 71 മഹായുഗമാണ് ഒരു മന്വന്തരം. 71 മഹായുഗമാണ് ഒരു മന്വന്തരം. അങ്ങനെ 14 മന്വന്തരങ്ങളാണ് ഒരു മഹാകൽപ്പം, ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം. അത്ര തന്നെയാണ് ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി. ഏതാണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. ഇത്രയും വലിയ നമ്പർ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് മഹത്വമേറിയത്. അപ്പോൾ 6 മന്വന്തരങ്ങൾ എന്ന് പറഞ്ഞാൽ എത്രയാ? 6 ഇൻറ്റു 71 ഇൻറ്റു 43,20,000. പിന്നെയോ 43,20,000 ഇൻറ്റു 27. പിന്നെയോ 43,20,000 ഇൻറ്റു 3/4 പ്ലസ് 5,122 ഇസ് ഈക്വൽ ടു 199.8 കോടി വർഷം. 199.8 കോടി വർഷം. അപ്പൊ ഇത്രയും കൽപ്പം തുടങ്ങിയിട്ട് ഏതാണ്ട് 200 കോടി വർഷം, 199.8 കോടി വർഷം. ആ 200 കോടി വർഷം മുമ്പുള്ള ജീവന്റെ ഉത്ഭവം നടന്നത് കാനഡയിലെ ഹഡ്സൺ ബേ, ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകത്തിന്റെ സൈഡിലുള്ള പാറകളിലാണ് 200 കോടി വർഷം മുമ്പുള്ള മൈക്രോ ഓർഗാനിസത്തിന്റെ ഡെഡ് ബോഡി കണ്ടിരിക്കുന്നത്. അതിനേക്കാൾ പഴക്കമുള്ള ഒന്നും കണ്ടിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ജീവന്റെ ഉത്ഭവമാണ് ഈ കൽപ്പം തുടങ്ങിയിട്ട്. ഈ കൽപ്പം ശ്വേതവരാഹ കൽപ്പം എന്നാണ് ഈ കൽപ്പത്തിന്റെ പേര്. ഈ ശ്വേതവരാഹ കൽപ്പം തുടങ്ങിയിട്ട് 199.8 കോടി വർഷമായി, അല്ലെങ്കിൽ 200 കോടി വർഷമായി. ആർച്ചിസോയിക് ഇറ എന്നാണ് 200 കോടി വർഷം മുമ്പുള്ള കാലഘട്ടത്തെ പറയുക. ആർക്കിസോയിക് ഇറ എന്ന് വെച്ച് കഴിഞ്ഞാല് ജീവന്റെ ഉത്ഭവം നടന്നത് അത് ഹഡ്സൺ ബേ ആണ്, കാനഡയിൽ. ഇതുവരെയുള്ള അറിവ്. അപ്പൊ യഥാർത്ഥത്തിൽ ബ്രഹ്മാവിന്റെ ഒരു ദിവസം, ബ്രഹ്മാവിന്റെ ഒരു രാത്രി എന്താണ്? മഹായുഗമാണ്. ആ മഹായുഗം 1000 മഹായുഗങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു ദിവസം, 1000 മഹായുഗങ്ങൾ ചേരുമ്പോൾ ബ്രഹ്മാവിന്റെ ഒരു രാത്രി. ഈ യുദ്ധം ചെയ്യാൻ പോകുന്ന ഈ അർജുനനോട് ഇതൊക്കെ പറയുന്നത് എന്തിനാ കുട്ടി എന്ന് എന്നോട് നിങ്ങൾ ചോദിച്ചു എന്ന് വിചാരിക്കുക. ഞാൻ എന്താ നിങ്ങളോട് പറയാ? ഇത്രയും വലിയൊരു കാലയളവിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് നീയും നിന്റെ ജീവിതമുള്ള ഈ 85 വയസ്സും ഒരു ചുക്കും ചുണ്ണാമ്പും അല്ല അർജുന. കിടന്ന് വിരളേണ്ട കാര്യമൊന്നുമില്ല. വാത്തിമഹത്തായ ഹിമാലയത്തെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ പാപ്പനംകോടുള്ള 3 സെന്റ് അല്ലെങ്കിൽ 8 സെന്റിനെ കുറിച്ച് നീ പറയാൻ പോണത് എന്താ? ഭാരതത്തിന്റെ മൊത്തം വിസ്തീർണത്തെ കുറിച്ച് പറയുമ്പോൾ നിന്റെ വീടിന്റെ 7.5 സെന്റിനെ കുറിച്ച് പറയേണ്ടത് എന്തിനാന്ന് ചോദിക്കാറില്ലേ നമ്മള്? അത്ര ചുമ്മാ 6-ാം നമ്പരല്ലേ മോഹൻലാൽ പറഞ്ഞ മാതിരി കൃഷ്ണൻ ഒന്ന് വെച്ചു കൊടുത്തതാ ഈ ബ്രഹ്മാവിന്റെ ഒരു ദിവസവും ബ്രഹ്മാവിന്റെ ഒരു രാത്രി. ഇനി അപ്പൊ ബ്രഹ്മാവിന്റെ ഒരു വർഷം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അപ്പോ സഹസ്രയുഗ പര്യന്തം അഹർയത് ബ്രഹ്മണോ വിദുഹു. ബ്രഹ്മാവിന്റെ ഒരു ദിവസം എന്ന് പറയുന്നത് 1000 യുഗങ്ങളാണ്. രാത്രി യുഗസഹസ്രാന്ത തേ അഹോരാത്ര വിദോ ജനാഹ. ജനങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ജനങ്ങൾക്ക് 1000 യുഗം, ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് 1000 യുഗം എത്ര ദൈർഘ്യമുള്ളതാണോ അതാണ് ബ്രഹ്മാവിന്റെ ഒരു രാത്രി എന്ന് മനസ്സിലാക്കണം. ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഇനി അടുത്ത വരി എന്താ അറിയാമോ? അവ്യക്താത് വ്യക്തയ സർവാഹ പ്രവന്തി അഹരാഗമേ. അർത്ഥം സിമ്പിളാണ്, എന്നാലും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. പ്രഭവന്തി ഉത്ഭവിക്കുന്നു. അഹരാഗമേ ദിവസം തുടങ്ങുമ്പോൾ. ഭവന്തി ഉത്ഭവിക്കുന്നു. പ്രഭവന്തി ഗ്ലോറിയസ്ലി ഉത്ഭവിക്കുന്നു. പ്രഭവന്തി അഹ എന്ന് വെച്ചാൽ ദിവസം. ഗ്രഹ അഹരാഗമേ ആഗമേ ദിവസം ആരംഭിക്കുമ്പോൾ. പ്രഭവന്തി അഹരാഗമേ ബ്രഹ്മാവിന്റെ ദിവസം തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവ്യക്താത് വ്യക്തയ സർവാഹ.
ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ജീവാത്മാവിൽ നിന്ന്, അവ്യക്തമായ ജീവാത്മാവിൽ നിന്ന് വ്യക്തമായ ശരീരത്തോടുകൂടി സർവചരാചരങ്ങളും പ്രഭവന്തി അഹരാഗമേ ഉത്ഭവിക്കുന്നു. അർത്ഥം മനസ്സിലായോ? ബ്രഹ്മാവിൻ്റെ ദിവസം ആരംഭിക്കുമ്പോൾ അവ്യക്തമായ ജീവാത്മാവ് പ്രപഞ്ചത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നു. അത് പെർമനൻ്റ് ആയിട്ടുള്ളൊരു അവസ്ഥയാട്ടോ. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്കുള്ളൊരു മരണവും ജനനവും ഒക്കെ, കൊറോണ വന്നിട്ടുള്ള മരണവും ജനനവും ഒക്കെ ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണ്. അതിങ്ങനെ പോയി മനുഷ്യരെപ്പോഴും ഉണ്ടാവും, ജീവജാലങ്ങൾ എപ്പോഴും ഉണ്ടാവും. പക്ഷെ ബ്രഹ്മാവിൻ്റെ ഒരു ദിവസം കഴിയുന്ന സമയത്ത് പിന്നെ ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാവില്ല. മംഗൾയാൻ ചൊവ്വയുടെ ഫോട്ടോ എടുത്തിട്ടില്ലേ? ചന്ദ്രയാൻ ചന്ദ്രൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ടില്ലേ? ഒറ്റ മനുഷ്യനും ഇല്ല അവിടെ. ഇനി പണ്ടുണ്ടായിരുന്നു എന്ന് അറിഞ്ഞൂടാ. അതുമാതിരി തന്നെ ഇപ്പോൾ ഭൂമിയിൽ ആൾക്കാരൊക്കെ ഉണ്ട്. ഇനി കോടാന കോടി വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ ഭൂമിയും ചിലപ്പോൾ ചന്ദ്രനെ പോലെയോ ചൊവ്വയെ പോലെയോ ഒന്നും ഇല്ലാത്തൊരവസ്ഥയാവും. നമ്മളുടെ ഭരണാധികാരികളുടെ മനസ്സ് ഇപ്പം എങ്ങനെയുണ്ടോ അതേപോലെയാവും. അപ്പോൾ അവ്യക്താത്, വ്യക്തമല്ലാത്തൊരവസ്ഥയിൽ നിന്ന് വ്യക്തയഹ, വളരെ വ്യക്തമായ ഒരവസ്ഥയിലേക്ക് സർവാഹ, എല്ലാ ജീവജാലങ്ങളും പ്രഭവന്തി അഹരാഗമേ, ബ്രഹ്മാവിൻ്റെ ദിവസം തുടങ്ങുമ്പോൾ എല്ലാവരും ഉത്ഭവിക്കും. രാത്രിയാഗമേ, പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമാണ് പറയണേ കേട്ടോ. ബ്രഹ്മാവിൻ്റെ രാത്രി വരുമ്പോൾ രാത്രിയാഗമേ പ്രലീയന്തേ, ആ ജീവജാലങ്ങളെല്ലാം അങ്ങോട്ട് അലിഞ്ഞില്ലാതെയാകും. അലിഞ്ഞില്ലാതെയാകും. നമ്മുടെ ഭാര്യര് മഞ്ജു വാര്യർ പറഞ്ഞ മാതിരി അങ്ങ് അലിഞ്ഞില്ലാണ്ടാവും നമ്മളൊക്കെ. പ്രളീയന്തേ തത്രൈവാവ്യക്ത സംജ്ഞകേ, അത് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് തന്നെ അത് അവ്യക്തതയിലേക്ക് പോകും. ബാവർച്ചി എന്നൊരു സിനിമയുണ്ട്. എന്നെ അസാധാരണമായി സ്വാധീനിച്ചിരിക്കുന്ന, ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മൂന്നാറിൽ നല്ല മഴ പെയ്തപ്പോഴത്തേക്കും ഒരു സിനിമ ടാക്കീസിൽ കയറി അതിൻ്റെ ചാർച്ചയിൽ കയറി നിന്നപ്പോൾ അതിനകത്ത് ബാവർച്ചി എന്നൊരു സിനിമയായിരുന്നു. വെറുതെ കാണാൻ കയറിയതാണ്. അവ്യക്തതയിൽ നിന്ന് ഒരു നൗക്കർ, ഒരു ബാവർച്ചി ജോലിക്കാരൻ വന്നു, ഒരു കൂട്ടുകുടുംബത്തിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കി ഒരു സുപ്രഭാതത്തിൽ അയാൾ പോവുകയും ചെയ്തു. ആ ബാവർച്ചിക്ക് ഡാൻസും അറിയാം, മാത്തമാറ്റിക്സും അറിയാം, കുക്കിങ്ങും അറിയാം, ക്ലീനിങ്ങും അറിയാം, എല്ലാം നല്ല ഇംഗ്ലീഷും അറിയാം, ഹിന്ദിയും അറിയാം, സംസ്കൃതവും അറിയാം, എല്ലാം അറിയാവുന്ന ഒരു ബാവർച്ചി. അങ്ങനെ ഒരാളാകണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നലുണ്ടായത് ആ പ്രീ ഡിഗ്രിക്ക് മൂന്നാറിൽ മഴ പെയ്ത സമയത്ത് സിനിമാ ടാക്കീസിൻ്റെ സൈഡിൽ നിന്നപ്പോൾ എൻ്റെ കൂട്ടത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, പീറ്റർ ജോസഫ് എന്നാ പേര്. പീറ്റർ ജോസഫ്, ഞാൻ ഇന്നും അന്നും ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. ആ പീറ്റർ ജോസഫ് പറഞ്ഞു, ഗോപാലിഷ നമുക്ക് ഈ സിനിമ കാണാം. എന്താ സിനിമ എന്ന് പോലും അറിഞ്ഞൂടാ. കാരണം മഴ പെയ്യുന്നു, നല്ല തണുപ്പ്, മൂന്നാറിലെ കോച്ചി വലിക്കുന്ന തണുപ്പല്ലേ. അപ്പോൾ ചുമ്മാ അകത്തേക്ക് കയറി അത് കണ്ടു. അതെന്നെ ഒത്തിരി സ്വാധീനിച്ചു. ജഗദീശ്വര നിശ്ചയം പോലെ കണ്ടതാണ്. അപ്പം അതിൽ ആ ബാവർച്ചി എന്ന് പറയുന്ന ജോലിക്കാരൻ ഈ വീട് ശരിയാക്കാനായിട്ട്, വീട്ടിലെ ജോലി ചെയ്യാനായിട്ട് അവർ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുന്നു, കൂട്ടുകുടുംബക്കാരൻ. ആ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് ഒരാൾ ആപ്ലിക്കേഷൻ കൊണ്ട് വന്നിട്ടാണ് ആ വീട്ടിലെ ജോലിക്കാരനായിട്ട് വരുന്നത്. അവ്യക്താത് വ്യക്തയ, ഏതോ പുകപടലത്തിൽ നിന്നാണ് അയാൾ വരുന്നത്. അയാൾ ബസ് കയറിയൊന്നുമില്ല വരുന്നത്. അയാൾ വരുന്നത് കണ്ടിച്ചാൽ നല്ല രസമാണ്. ആ സിനിമയിൽ ഇൻറ്റൻസ് പുക എവിടെ നിന്നാണ് വരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു പിടുത്തമില്ല. ആ പുകയിൽ നിന്ന് അയാൾ ഇങ്ങനെ നടന്നു വരിക. അപ്പോൾ എന്താ സംഭവിക്കുക? രാത്രിയാഗമേ പ്രളീയന്തേ തത്രൈവാ അവ്യക്ത സംജ്ഞകേ, അവ്യക്തത്തിൽ നിന്ന് തിരിച്ചറിയാത്തതിലേക്ക് സംജ്ഞകേ പോകുന്നു. അവര് അവിടത്തേക്ക് പോകും. സംജ്ഞകേ അവ്യക്തത എന്ന പേരുള്ള ഭാവത്തിലേക്ക് പോകുന്നു. അർത്ഥം മനസ്സിലായല്ലോ? അത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ വിവരണം സിമ്പിളാണ്, ഈ സംസ്കൃതം സിമ്പിൾ അല്ല. ഇത് വിവരിച്ചു കൊടുക്കാൻ നല്ലോണം പഠിച്ചാലേ പറ്റുള്ളൂ. ബ്രഹ്മാവിൻ്റെ ദിവസത്തിൽ നിരന്തരം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. ബ്രഹ്മാവിൻ്റെ രാത്രിയിൽ ഇത് മൂന്നുമില്ല. കംപ്ലീറ്റ് അങ്ങ് ബാൻഡാണ്, സ്റ്റോപ്പ്ഡാണ്. കർഫ്യൂ, ജനതാ കർഫ്യൂ മാതിരിയാണ്. മറ്റേത് ഇങ്ങനെ എല്ലാ വ്യവഹാരങ്ങളും, മത്തങ്ങ വിൽക്കലും കുമ്പളങ്ങ വിൽക്കലും ഒക്കെ ബ്രഹ്മാവിൻ്റെ പകലിൽ മാത്രമേ ഉള്ളൂ. ബ്രഹ്മാവിൻ്റെ രാത്രി ആയാൽ എല്ലാം ക്ലോസ്ഡാണ്. അടുത്ത 19-ാമത്തെ 8-ാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകം.
ഭൂതഗ്രാമം. ഭൂതഗ്രാമം, ഗ്രാമം എന്ന് പറഞ്ഞാൽ എന്താ? അഗ്രിഗേറ്റ്, കൂട്ടം. ഗ്രാമം എന്ന് പറഞ്ഞാൽ കൂട്ടം. അപ്പൊ ഭൂതഗ്രാമ സ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ. ഈ ബ്രഹ്മാവിന്റെ പകലില് 1000 യുഗങ്ങളുണ്ടല്ലോ. അതിൽ ഈ ഭൂതങ്ങളെല്ലാം എന്താ? ഈ ഭൂതം ഭൂതം എന്ന് പറഞ്ഞാല് കുട്ടികളെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ട്. ഭൂതം, പ്രേതം, പിശാച്, ഇത് മൂന്നും കേട്ടാൽ എല്ലാവരും പേടിക്കുന്നതാണ്. ഭൂതം എന്ന വാക്കിന്റെ ശരിക്കർത്ഥം എന്താ? പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ എല്ലാം ഭൂതമാണ്. പൃഥ്വി, അപ്പ്, തേജ, വായു, ആകാശങ്ങളാൽ നിർമ്മിതമായ എല്ലാം ഭൂതമാണ്. അതുകൊണ്ട് നിരന്തരം ഭൂതം എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുന്ന ഭൂതമല്ല, സെക്രട്ടേറിയറ്റിലുള്ള പാർട്ടീസ് ഒന്നുമല്ല. പ്രേതം. പ്രേതം എന്ന വാക്കിന്റെ അർത്ഥം എന്താ? സംസ്കൃതത്തിൽ പ്രേതം എന്ന വാക്ക് പ്രകർഷേണ യത് ഗതം തത് പ്രേതം. ജീവിതം സന്തോഷപൂർണമായിട്ട് ആസ്വദിച്ചിട്ട്, ജീവിതം സന്തോഷപൂർണമായിട്ട് ആസ്വദിച്ചിട്ട് മതിവരുവോളം പ്രേമിച്ചു മരിച്ചവരിവിടെ ഉണ്ടോ എന്ന് വയലാർ ചോദിച്ചില്ലേ? വസുന്ധരേ എന്ന് ചോദിച്ചില്ലേ? മതിയാവോളം ഈ ഭൂമിയിൽ പ്രേമിച്ച് മരിച്ചവരുണ്ടോ, മാനുകളുണ്ടോ, അങ്ങനെ എല്ലാം ഉണ്ടോ എന്നൊക്കെ ചോദിച്ച ഒരു പാട്ടുണ്ടല്ലോ. ഇദ്ദേഹത്തിന് പ്രേതം എന്ന് പറഞ്ഞാൽ പ്രകർഷേണ യദ്ഗതം, ജീവിതം നല്ലോണം മതിയായി ആസ്വദിച്ച് മരിച്ച ഒരു പാർട്ടി. ഇന്ന് അങ്ങനെ മരിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ 2 എണ്ണേ ഉള്ളൂ. ഒന്ന് ഭരണപരിഷ്കാര കമ്മീഷൻ, ജീവിതത്തിൽ അവസാനം വരെ ഫുൾ ശമ്പളം മേടിച്ച് ഈ കേരളത്തെ കുത്തുവാള എടുത്ത ഒരു ദുരന്ത ജന്മം എന്ന് ആർക്കെങ്കിലും പറയണമെന്ന് തോന്നിയാൽ അയാളെ തടയാൻ പറ്റില്ല. അങ്ങനെയൊന്നും KR ഗൗരി ചെയ്തിട്ടില്ല. അപ്പോ ജീവിതം ആസ്വദിച്ച് അവസാനം സന്തോഷത്തോടുകൂടി തിരിച്ചു പോയ മനുഷ്യന്റെ ശവശരീരത്തെ പറയുന്ന പേരാണ് പ്രേതം. നമ്മൾ കേൾക്കുമ്പോൾ എന്തോ ഒരു കുഴപ്പമുള്ള പേരാണ്. അല്ല, പ്രകർഷേണ യദ്ഗതം പ്രേതം. പിശാച്, പിശുനം യഹ ഘാതതി സ പിശാചഃ. ശവശരീരം ആരാണോ തിന്നുന്നത്, പിശുനം യഹ ഘാതതി ത പിശാചഃ. ശവശരീരം തിന്നുന്നത് ആരാണോ അവനാണ് പിശാച്. ഏത് നോൺ വെജിറ്റേറിയൻ ഹോട്ടലിന്റെ മുമ്പിൽ നിന്നാലും പിശാചുക്കൾ ഇങ്ങനെ ഇറങ്ങി വരണത് കാണാം. അത് തിന്നാൻ പിശാചുക്കൾ അകത്തേക്ക് പോണത് കാണാം. അവരെയാണ് പിശാചുക്കൾ എന്ന് പറയുന്നത്. അവർക്ക് ആ പേര് പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. പക്ഷെ പിശാച് എന്ന് പറഞ്ഞാൽ പിശുനം യഹ ഘാതതി സ ഏവ പിശാചക. അർത്ഥം മനസ്സിലായല്ലോ? ശവശരീരം തിന്നുന്ന ആടിന്റെ ആയാലും പട്ടിയുടെ ആയാലും പൂച്ചയുടെ ആയാലും പോത്തിന്റെ ആയാലും പശുവിന്റെ ആയാലും പന്നിയുടെ ആയാലും. അതുകൊണ്ട് എല്ലാ കാറ്റഗറിയിലും പിശാചുക്കളുണ്ട്. എല്ലാ കാറ്റഗറിയിലും പിശാചുക്കളുണ്ട്. വേറൊരു നരഹത്യ പിശാചാണ് കോൺഗ്രസ്സുകാര്. നരേന്ദ്രമോദിക്ക് എതിരായിട്ട് കണ്ണൂരിലോ മറ്റോ ഒരു റോട്ടിൽ വെച്ച് പശുവിനെ അറുത്ത് കൊന്ന് ബീഫ് ഉണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്തത് പക്ക പിശാചുക്കള്. 100 ജന്മം ജനിച്ചാലും അതിന് മുൻകൈയെടുത്ത കോൺഗ്രസ്സുകാരനും അത് തിന്നവർക്കും അധോഗതിയായിരിക്കും. പിന്നെ വേറൊരു പിശാചുണ്ട്. ഏതറിയോ? തൻ്റെ മകൻ്റെ അന്നപ്രാശനത്തിന്, കമ്മ്യൂണിസ്റ്റുകാരൻ മകൻ്റെ അന്നപ്രാശനത്തിന് ബീഫ് ഈ മുത്തച്ഛൻ ആ ചെറിയ കുട്ടിയുടെ വായിൽ വെച്ച് കൊടുത്ത ഒരു പിശാച്. അവരൊക്കെ ഇപ്പോഴൊന്നുമല്ല, മരിക്കാറാവുമ്പോൾ വലിക്കുന്ന വലി കാണണം. അവനവനും അവനവൻ്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കും അച്ഛനും മക്കൾക്കും ഭാരമായിക്കൊണ്ടൊരു ദുരന്ത ജന്മം. വേറൊരു പിശാചുണ്ട്, അറിയോ? പണ്ടുണ്ടായിരുന്നത് അയാളുടെ ഫോട്ടോ അടുത്ത കാലത്ത് വന്നിരുന്നു. എന്താണെന്നറിയാമോ ഫോട്ടോ? ഒരു ചെറിയ കുടിലുള്ള വ്യക്തികളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് കൊടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് എടുക്കില്ല പറഞ്ഞു. ആ അമ്മ പറഞ്ഞു ഞങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആവണ്ട, ഞങ്ങൾക്ക് ഒരു പാർട്ടി ഇല്ലാന്ന്. ആ അമ്മയുടെ മുമ്പിൽ വെച്ച് അമ്മയുടെ മകനെ വെട്ടി നുറുക്കി കൊന്ന് ആ മകന്റെ ചോരയും ശരീരത്തിന്റെ കഷ്ണവും ചോറിലിട്ട് ആ അമ്മയെ തീറ്റിച്ച ദുരന്തമുണ്ട് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകാരൻ. ഇന്ന് നാട്ടുകാർ ഓടിച്ചിട്ട് തല്ലുന്നു ആ ശവങ്ങളെ. അത് വേറൊരു പിശാചാണ്. കേരളത്തിൽ അത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. സത്യത്തിൽ ക്രൂരതയുടെ മാക്സിമം. അപ്പൊ ഭൂതപ്രേത പിശാചുക്കൾ ഏതാണെന്ന് മനസ്സിലായല്ലോ? ഭൂതം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായത്, പ്രേതം ഭൂമിയിൽ നല്ലോണം സന്തോഷത്തോടെ ജീവിച്ച് അവസാനിച്ചു, പിശുനം
ഡെഡ് ബോഡി തിന്നുന്നത് ആരും പിശാചുക്കളാണ്. ഭൂതഗ്രാമസ ഏവായം ഭൂത്വാ ഭൂത്വാ പ്രലീയത്തെ. നമ്മളെ പോലെയുള്ളവരൊക്കെ ജനന മരണങ്ങളിലൂടെ ഇങ്ങനെ ജനിക്കുന്നു, പിന്നെയും മരിക്കുന്നു, പിന്നെയും ജനിക്കുന്നു, പിന്നെയും മരിക്കുന്നു. പക്ഷേ രാത്രിയാഗമേ വശപ്പാർത്ത പ്രഭവത്യഹരാഗമേ, അതിൻ്റെ ആകത്തുകയാണ് ബ്രഹ്മാവിൻ്റെ ഒരു ദിവസത്തില് സർവ്വതും. ഈ ഇടയ്ക്കിടയ്ക്കുള്ള ജനന മരണങ്ങളൊക്കെ നിന്നിട്ട് കംപ്ലീറ്റ് അങ്ങോട്ട് വൈപ്പ് ഔട്ട് ആവുകയാണ് ബ്രഹ്മാവിൻ്റെ ദിവസാന്ത്യത്തിൽ. എന്നിട്ട് രാത്രി കഴിയുമ്പോഴത്തേക്ക് കഴിയും. പിന്നെ രാത്രി കഴിഞ്ഞ് പിന്നെയും 1000 യുഗങ്ങൾ കഴിയുമ്പോൾ രാത്രിയാഗമേ വശപ്പാർത്ത, രാത്രി വരുമ്പോഴത്തേക്കും എല്ലാ ജനന മരണ പ്രക്രിയകളും നിൽക്കുന്നു, അങ്ങ് അലിഞ്ഞ് ചേരുകയാണ്. അതേ സമയത്ത് പ്രഭവത്യഹരാഗമേ, പകല് വരുമ്പോഴത്തേക്കും അല്ലയോ പാർത്ത വീണ്ടും അത് ജനിക്കുന്നു. അടുത്തത് പരസ്തസ്മാത്തു ഭാവോന്യോ, ഒരു കോംപ്ലിക്കേറ്റഡ് വരിയാണ് കേട്ടോ. പര, ഇനി ഇതിൽ പെടാത്ത വേറൊന്നുണ്ട്, തസ്മാത്തു ഭാവോന്യോ. ഇത്രയും നേരം ഞാൻ പറഞ്ഞല്ലോ, ബ്രഹ്മാവിൻ്റെ യുഗത്തില് 1000 യുഗത്തില് ഒരു ദിവസവും 1000 യുഗത്തിൽ ഒരു രാത്രി. അത് ഇങ്ങനെ ജനന മരണങ്ങൾക്ക് കംപ്ലീറ്റ് വൈപ്പിംഗ് ഔട്ടും പിന്നെ കംപ്ലീറ്റ് റിസറക്ഷനും നടക്കുന്ന അത്. പരഹ തസ്മാത്തു, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തില് ഭാവ അന്യോ അവ്യക്തോ അവ്യക്താ സനാതന, വേറൊരു ഭാവമുണ്ട്. ഈ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്യുന്നത് ജനന മരണ പ്രക്രിയകളാണ്. കംപ്ലീറ്റ് 1000 യുഗം ജനന മരണമേ ഇല്ല. അതായത് 10 വർഷം 20 വർഷം ജീവിക്കുന്ന പല ജന്തുക്കളും 80 വർഷം 70 വർഷമൊക്കെ ജീവിക്കുന്ന നമ്മളിങ്ങനെ ജനിച്ചും മരിച്ചും ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ. ജാതസ്യ ഹി ധ്രുവോർ മൃത്യുഹോ ധ്രുവം ജന്മമൃതസ്യ ച തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹതി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഈ അവ്യക്തോ അവ്യക്ത സനാതന, ഒട്ടും വ്യക്തമല്ലാത്തൊരു ചൈതന്യം ഇതിൻ്റെ പുറകിലുണ്ട്. ശരീരങ്ങൾ ഒന്നും ജനിക്കാത്ത ഒരു 1000 യുഗത്തിനകത്തും ഈ ശരീരങ്ങൾക്ക് ആധാരമായ അവ്യക്തമായ സനാതനമായ, ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ഇസ് ഈക്വൽ ടു സനാതനം, ചിരപുരാതനം പ്ലസ് നിത്യനൂതനം ഇസ് ഈക്വൽ ടു സനാതനം, ഓൾഡർ ദാൻ ദി ഓൾഡസ്റ്റ് ആൻഡ് എവർ നോവൽ, അതാണ് സനാതനം. അപ്പൊ അർജുന ഈ ജനന മരണങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് നിന്നിട്ട് ബ്രഹ്മാവിൻ്റെ രാത്രി ആരംഭിക്കുമ്പോൾ അവ്യക്തമായതിൽ വെച്ച് ഏറ്റവും അവ്യക്തമായത്, അവ്യക്തോ അവ്യക്താത്, അവ്യക്തമായതിൽ വെച്ച് ഏറ്റവും അവ്യക്തമായ എന്നാൽ സനാതനമായ ഒരു സാധനം നിലനിൽക്കുന്നുണ്ട്. യഹ സ സർവേഷു ഭൂതേഷു, ആ ചൈതന്യം സർവേഷു ഭൂതേഷു, എല്ലാ ജീവജാലങ്ങളിലും ഉണ്ടായിരുന്നതാണ് അർജുന. നശ്യത്സു, എല്ലാ ജീവജാലങ്ങളും നശിക്കുമ്പോഴും ന വിനശ്യതി, ആ ചൈതന്യം നശിക്കുന്നില്ല. സർവ്വജീവജാലങ്ങൾ ചത്തൊടുങ്ങുന്നു, ചിലത് ദിവംഗതരാകുന്നു, ചിലത് നാട് നീങ്ങുന്നു, ചിലര് തീപ്പെടുന്നു, ചിലര് സ്വർഗാരോഹണം ചെയ്യുന്നു, ചിലർ ഇഹലോകവാസം വെടിയുന്നു, ചിലര് ചരമം പ്രാപിക്കുന്നു, ചിലര് കാലം ചെയ്യുന്നു, ചിലര് മരിക്കുന്നു, ചിലര് അന്ത്യശ്വാസം വലിക്കുന്നു, ചിലര് ചത്തുപോകുന്നു. ഒരു പ്രയോജനം ഇല്ലാത്ത പാർട്ടീസാണ് ചത്തുപോവുക. അത് ഏറ്റവും കൂടുതൽ ഇന്ത്യയിലുള്ളത് കേരളത്തിലാണ്. യഹ സ സർവേഷു ഭൂതേഷു നശ്യസ്തു, സർവചരാചരങ്ങളിലും ഒരു ചൈതന്യമുണ്ട് അർജുന. ആ ചരാചരങ്ങളെല്ലാം നശിക്കുമ്പോഴും ന വിനശ്യതി, ആ ചൈതന്യം മാത്രം നശിക്കുന്നില്ല. മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ആ സാധനം എന്താന്ന് ചോദിച്ചാൽ അവ്യക്തോ അവ്യക്ത, അവ്യക്തത്തിനേക്കാളും അവ്യക്തമാണ്, അതിനെ വിവരിക്കാനേ സാധ്യമല്ല. അടുത്തത് അവ്യക്തോ, അടുത്ത 21-ാമത്തേത് 8-ാം അധ്യായം 21. അവ്യക്തോ അക്ഷര ഇത്യുക്തസ്തമാഹു പരമാം ഗതിം, ആ അവ്യക്തമായത് എന്താണോ, അക്ഷരം എന്ന് പറഞ്ഞാൽ വേദത്തിലുള്ളതാണ്, പറയുന്നതാണെന്നൊക്കെയാണ് പലരും പറയുന്നത്. അല്ല, ആ അവ്യക്തമായത് എന്താണോ, അവ്യക്തോ അവ്യക്തമായത്, അക്ഷര നാശമില്ലാത്തത്, ഇതി എന്ന് ഉക്ത പറയുന്നു, തം ആഹു പരമാം ഗതി, അതിനെയാണ് പരമമായ ഗതിയിലേക്ക് പോകുന്ന പ്രതിഭാസം എന്ന് പറയുന്നത്.
അതിലേക്ക് പോയാൽ പരമമായ ഗതിയാണ്. അത് പരമമായിട്ടുള്ളതാണ്, ബൗണ്ടറി ഇല്ലാത്ത ഒരു ഗതിയിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്, പരമമായ ഗതിയിലേക്ക് എത്തിക്കുന്നതാണ്. ഏത്? അവ്യക്തമായത്, അവ്യക്ത, അക്ഷരം, നാശമില്ലാത്തത്. ഇതി എന്ന് ഉക്തം പറയുന്നു. തം ആഹു, പൂർവികർ തന്നെ പറഞ്ഞത് അതാണ്. പരമാം ഗതി, പരമമായ ഗതിയിലെത്തിക്കുന്നത് ഏതോ അതാണ്. അതിന് മുമ്പുള്ള ശ്ലോകത്തിൽ പറഞ്ഞത് അവ്യക്തോ അവ്യക്ത സനാതന, ഏറ്റവും അവ്യക്തവും ചിരപുരാതനവും നിത്യനൂതനവും എക്കാലവും ഉള്ളതുമായിട്ടുള്ള ആ ചൈതന്യം. യം പ്രാപ്യ ന നിവർത്തന്തി തദ്ധാമ പരമം മമ. ആ പരമമായ ചൈതന്യത്തിലേക്ക് നിങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞാൽ, എത്തിക്കഴിഞ്ഞാൽ, നിങ്ങളല്ല, നമ്മളെത്തില്ല, എത്താൻ വേണ്ട. ഇനി അങ്ങനെ ഒന്നും എത്താനുള്ളവരൊന്നും എൻ്റെ മുമ്പിൽ ഇരിക്കാനും പാടില്ല. നമുക്കിവിടെ തിരിച്ചു വരണം. വി ഹാവ് ഗോട്ട് ഇനഫ് വർക്ക് ടു ഡു. ഇവിടെ തിരിച്ചു വന്ന് വർക്ക് ചെയ്യാനുണ്ട്. അപ്പോ യം പ്രാപ്യ, ആ പരമമായ പദവിയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, യം പ്രാപ്യ നിവർത്തന്തി, തിരിച്ചു വരവില്ല. ഏതാണ്? ബ്രഹ്മാവിൻ്റെ ഒരു രാത്രി കഴിഞ്ഞ് ബ്രഹ്മാവിൻ്റെ ഒരു പകല് വീണ്ടും വരുമ്പോഴും പരമമായ പദവിയിലേക്ക് എത്തിയ യോഗികളെ തിരിച്ചു വരില്ല. അതാണ് തദ്ധാമ പരമം മമ. കൃഷ്ണൻ പറയാ, അത് എൻ്റെ പരമമായ ധാമമാണ്, അതെൻ്റെ സ്ഥലമാണ്. അവിടെയാ ഞാൻ ഇരിക്കുന്നേ. അഡ്രസ്സൊന്നും പറഞ്ഞു തരില്ല, മൊബൈൽ നമ്പറും തരില്ല. അവിടെയാ ഞാൻ ഇരിക്കുന്നേ. അർജുന, എങ്ങനെയാ ഓരോന്നും പറഞ്ഞു വരുന്നതല്ലേ? ഓർമ്മിക്കണം, 5162 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതാ ഇത്. ഇതൊക്കെ ഇവിടുത്തെ ക്രിസ്ത്യാനികളും ജിഹാദികളും മതക്കച്ചവട തൊഴിലാളികളും കേൾക്കണം. അന്ത്യത്തിൽ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ, ഈ നാടിൻ്റെ ദുരന്തമായവരും കേൾക്കണം. പിന്നെ കോൺഗ്രസ്സുകാരും. ഇവരൊക്കെ കേട്ടാൽ ഭഗവത്ഗീത അപവിത്രമാവല്ലാതെ ഇതുങ്ങൾ പവിത്രമാവുമെന്ന് എനിക്ക് തോന്നണില്ല. നമ്മുടെ നാടിനെ അവഹേളിക്കാനും ഒക്കെ ഇറങ്ങിയവർ പറയുന്ന കേൾക്കേണ്ട വരികളാണ്. അവ്യക്തോ അക്ഷരം, അവ്യക്ത പ്ലസ് അക്ഷരം പ്ലസ് ഇതി പ്ലസ് ഉക്തം പ്ലസ് ആഹു പ്ലസ് പരമാം ഗതിം. അവ്യക്തമായ ആ നാശഹീനമായിട്ടുള്ള ആ ചൈതന്യം, അത് പരമമായ ഗതിയുടെ ആധാരമാണ്. യം പ്രാപ്യ, അത് ഒരാൾ പ്രാപിച്ചു കഴിഞ്ഞാൽ ന നിവർത്തന്തി, തിരിച്ചു വരവില്ല. തദ്ധാമ പരമം മമ, അത് എൻ്റെ പരമമായ. പുരുഷസ്സ പരം പാർത്ത, ആ പ്രപഞ്ച പുരുഷ ചൈതന്യം, പുരുഷ പ്രപഞ്ച പുരുഷ ചൈതന്യം, സ അവൻ, പരം പരമമായ സീമകളില്ലാത്ത. ഹേ പാർത്ഥ, അല്ലയോ അർജുന, ഭക്ത്യാ ലഭ്യസ്തനന്യയ, മറ്റൊന്നും ചിന്തിക്കാതെ ഭക്തിയോടുകൂടി മാത്രം ആ പ്രപഞ്ച പുരുഷനെ ഉപാസിച്ചാൽ, ഭക്തി അനന്യ ചിന്തയാ, മറ്റൊന്നും ചിന്തിക്കാതെ ഡിവോഷൻ, ഡെഡിക്കേഷൻ, സിൻസിയറിറ്റിയോടുകൂടി ചിന്തിച്ചാൽ, ഹേ പാർത്ഥ, അല്ലയോ പാർത്ഥ, സ പരം പുരുഷ, ആ പരമമായ പ്രപഞ്ച ചൈതന്യത്തെ ഭക്തിപുരസ്സരം ആരാധിച്ചാൽ, യസ്യാന്തസ്ഥാനി ഭൂതാനി യേന സർവമിദം തതം. യസ്യാന്തസ്ഥാനി, ആ പ്രാർത്ഥനയുടെ അന്ത്യത്തില്, ആ പ്രയാണത്തിന്റെ അന്ത്യത്തില്, യസ്യാന്തസ്ഥാനി, അവിടെ നമ്മൾ എത്തും, സ്ഥലത്തിലെത്തും. സർവേന ഭൂതാനി സർവമിദം തതം, എല്ലാ ചരാചരങ്ങളും അന്ത്യത്തിലെത്തുന്ന പരമമായ പ്രപഞ്ച പുരുഷ ചൈതന്യത്തിന്റെ ലെവലിലേക്ക് നമ്മളെത്തും. ഭക്തിയാ സ്ത്വനന്യയ, ഭക്തി പുരസ്സരം. ആ ലെവലൊന്നും എത്താൻ നമുക്ക് പറ്റില്ല കേട്ടോ. ഇത് വേറൊരു ലെവലാണ്. അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ശ്രീകൃഷ്ണൻ തിരഞ്ഞെടുത്ത സമയവും സ്ഥലവും വ്യക്തിയുമാണ് അത്. സമയം ക്രൈസിസ്, ക്രിട്ടിക്കലായിട്ടുള്ള ക്രൈസിസ് ഉള്ള യുദ്ധ അന്തരീക്ഷം. സ്ഥലം യുദ്ധക്ഷേത്രം. പിന്നെ വ്യക്തി അർജുനനെ പോലെ കപ്പാസിറ്റി ഉള്ളവൻ. അർജുനന് യുദ്ധക്ഷേത്രത്തിൽ, യുദ്ധാന്തരീക്ഷത്തിൽ പരമമായ സത്യം പറഞ്ഞു കൊടുത്തു. ആ അർജുനൻ തളർന്ന് വീണില്ലായിരുന്നെങ്കിൽ നമ്മളിത് പഠിക്കലുണ്ടാവില്ല, കേൾക്കലും ഉണ്ടാവില്ല. അതാണ് തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷതേ.
ദൈവനിർമ്മിതമായി ഈ ദേശത്തിൽ ജനിക്കാൻ സാധിച്ചതുകൊണ്ട് നമുക്കത് സാധിക്കുന്നു. അപ്പം എന്താ ഇത്? പരം പുരുഷ സ പാർത്ത, അല്ലയോ പാർത്ത, പരമമായ പ്രപഞ്ചപുരുഷ ചൈതന്യത്തെ ഭക്തിയാ ലഭ്യസ്ത്വനന്യയ, ഭക്തിയോടുകൂടി നമുക്ക് ലഭിക്കാൻ ഒരു വിഷമവും ഇല്ല. മറ്റൊന്ന് ചിന്തിക്കാതെ ആശ്രയിക്കുകയാണെങ്കിൽ യസ്യ അന്തസ്ഥാനി ഭൂതാനി, അതാണ് സർവചരാചരങ്ങൾക്കും ലാസ്റ്റായിട്ട് എത്തേണ്ട സ്ഥാനം. യസ്യ അന്തസ്ഥാനി ഭൂതാനി, ഭൂതാനി അന്തസ്ഥാനി യസ്യ, എല്ലാ ചരാചരങ്ങളുടെയും അവസാനമായിട്ടുള്ള ഡെസ്റ്റിനി അതാണ്. ഏന സർവമിതം തതം, എല്ലാം അതിനകത്ത് നിറഞ്ഞ് നിൽക്കുന്നു. 23 എത്ര കാലേതു, ഏത് കാലത്തിലാണോ, എത്ര കാലേതു ഏത് കാലത്തിലുമാകട്ടെ, എത്ര കാലേതു ആവൃത്തിം അനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ, ഏത് കാലത്താണെങ്കിലും അനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ പ്രയാതാ യാന്തിതം കാലം വക്ഷ്യാമി ഭരതർഷഭ. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻറ്റ്. ഇവിടെ ഒരു വാക്കുണ്ട്, യോഗിനഃ. ഞാനും നിങ്ങളും രാവിലെയും വൈകുന്നേരവും എൻ്റെ അച്ഛനും അമ്മയും ബാക്കിയുള്ളവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഉത്തരായണത്തിൽ മരിക്കണമെന്ന്. ഉത്തരായണത്തിൽ മരിച്ചാൽ പുണ്യമാണ് എന്ന്. അത് എനിക്കും നിങ്ങൾക്കും ഉള്ളതല്ല, തെറ്റിദ്ധാരണയാ. യോഗിനഃ, അടുത്ത വരികൾ വരുന്നുണ്ട്. ഞാൻ പ്രയാതാ യാന്തിതം കാലം, മരിക്കേണ്ട കാലത്തെക്കുറിച്ച്, പോകേണ്ട കാലത്തെക്കുറിച്ച്. പ്രയാതാ യാന്തി തം കാലം, ആ പോകേണ്ടതായ കാലം ഏതാണോ, തം കാലം, ആ കാലത്തെക്കുറിച്ച് അഹം ഹേ ഭരതർഷഭ വക്ഷ്യാമി, അല്ലയോ അർജുന ഞാൻ പറഞ്ഞു തരാം. അപ്പം മരിക്കേണ്ട കാലം ഏതാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇനി അഥവാ മരിക്കാൻ വേണ്ടിയിട്ട് ഉപദേശിക്കുന്നതല്ല. ഒരു യോഗി ഇന്ന കാലത്ത് മരിച്ചാൽ അയാൾക്ക് എന്ത് സംഭവിക്കും, വേറെ കാലത്ത് മരിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞു തരാമെന്നേ അർത്ഥമുള്ളൂ. എത്ര കാലേ, ഏത് കാലത്തിലാണോ, തു അനാവൃത്തിം ആവൃത്തിം ചൈവ യോഗിനഃ, ഒരു യോഗി ഏത് കാലത്ത് മരിച്ചാലാണോ അയാൾക്ക് അനാവൃത്തി, തിരിച്ചു വരവില്ലാത്തത്, പുനർജന്മമില്ലാത്തത്. ഏത് കാലത്ത്, ഏത് കാലത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയത്ത്. ഇപ്പോൾ അതാ ചിങ്ങമാസത്തിലെ ഒരു കാലമാണ്, ചിങ്ങമാസം, കന്നിമാസം, ഉത്തരായണം, ദക്ഷിണായനം, ഇങ്ങനെയുള്ള കാലം. അപ്പോൾ ഏത് കാലത്തിൽ ഒരു യോഗി മരിച്ചാലാണോ അയാൾക്ക് പുനർജന്മം ഇല്ലാത്തത്, ഏത് കാലത്ത് മരിച്ചാണോ അയാൾക്ക് പുനർജന്മമുള്ളത്. അപ്പോൾ എത്ര കാലേ, ഏത് കാലത്താണോ, തു അനാവൃത്തിം പുനർജന്മമില്ലാത്ത അവസ്ഥ, ആവൃത്തിം പുനർജന്മമുള്ള അവസ്ഥ, ചൈവ ച ഏവ യോഗിനഃ, യോഗികൾ മരിച്ചു കഴിഞ്ഞാൽ അവർക്ക് പുനർജന്മം വേണ്ട എങ്കിലുള്ള മരണകാലം ഏത്, പുനർജന്മം വേണമെങ്കിലുള്ള മരണകാലം ഏത്. ഇതിന്റെ കോൺവേഴ്സ് തിയറം എന്താ? ഇന്ന കാലത്ത് മരിച്ചാൽ പുനരാവൃത്തി ഇല്ല, പുനർജന്മം ഇല്ല, ഇന്ന കാലത്ത് മരിച്ചാൽ പുനർജന്മമുണ്ട്. അതാണ് കോൺവേഴ്സ് തിയറം. പുനരാവൃത്തിയുള്ള, പുനർജന്മമുള്ള കാലം ഇതാണ്, പുനർജന്മമില്ലാത്ത കാലം ഇതാണ്. അത് പ്രയാതായാന്തിയം കാലം, ആ കാലത്തെക്കുറിച്ച് അഹം ഭരതർഷഭ വക്ഷ്യാമി, ഞാൻ നിനക്ക് പറഞ്ഞു തരാം. കാരണം നീ ഇത് ചോദിക്കുന്നറിയാം, ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഓടുന്ന പട്ടിക്ക് 35 മുഴം മുമ്പേ എറിഞ്ഞവരാണ് നമ്മുടെ പൂർവീകര്. അപ്പോൾ അതുകൊണ്ട് 24ാമത്തെ ശ്ലോകം, ഇത് മാത്രം ജസ്റ്റ് സൂചിപ്പിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫുള്ളായിട്ട് എടുക്കാം. നാളെ ഒരു യാത്രയുണ്ട്. ഇപ്പോൾ റേഞ്ച് കുറവുള്ള സ്ഥലത്താണ് യാത്ര, ഇടയ്ക്ക് ബ്രേക്കായി എന്ന് വരും. കറക്റ്റ് ക്ലാസ് ഉണ്ടാവും, റേഞ്ച് കുറവുള്ള സ്ഥലമായതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചേക്കണം. അഗ്നിർ ജ്യോതിരഹ ശുക്ല ഷൺമാസ ഉത്തരായണം. അഗ്നി, മൂടൽമഞ്ഞില്ലാതെ പുകയില്ലാതെ നല്ല അഗ്നി തേജസ്സുള്ള സമയം, മൂടൽമഞ്ഞും പുകയുമില്ലാതെ അഗ്നി തേജസ്സുള്ള സമയം. അത് ജ്യോതിരഹ, വെളിച്ചമുള്ള പകല്. അർത്ഥം മനസ്സിലായി? മൂടൽമഞ്ഞും പുകയും ഇല്ലാത്ത സമയം, തിളക്കവും പ്രകാശവുമുള്ള അഹ, പകല്. ശുക്ല, എന്താ ശുക്ല എന്ന് വെച്ചാൽ ശുക്ലപക്ഷം, കറുത്ത വാവിൽ നിന്ന് വെളുത്ത വാവിലേക്ക് വരെയുള്ള സ്ഥലം. ഷൺമാസ, 6 മാസം. ഉത്തരായണം. അപ്പൊ ഉത്തരായണം എന്ന 6 മാസത്തില്, ഉത്തരായണം എന്ന 6 മാസത്തില്, ശുക്ലപക്ഷം എന്ന 15 ദിവസത്തില് 12 മണിക്കൂറാകുന്ന പകല്, അതുപോലെ തന്നെ നല്ല അഗ്നി തേജസ്, പ്രകാശവും ചൂടുമുള്ള സമയത്ത് പോകണം. പോയാൽ എന്താ കിട്ടുക എന്നുള്ളത് പിന്നെ പറഞ്ഞുതരാം. അപ്പോൾ പോകേണ്ടത് ഉത്തരായണം,
ഉത്തരായണത്തിൽ രാത്രിയല്ല, പകല്. ഉത്തരായണത്തിൽ തന്നെ പകല് മാത്രം പോയാൽ പോരാ. ശുക്ലപക്ഷ കറുത്ത വാവിൽ നിന്ന് വെളുത്ത വാവ് വരെ ചന്ദ്രൻ പോകുന്ന 15 ദിവസം. അപ്പൊ ഉത്തരായണം, ശുക്ലപക്ഷം, പകല്, അഗ്നി തേജസ് ഉള്ള സമയം. ഇപ്പൊ 4 കണ്ടീഷനാണ്. പിന്നെന്താണ്? തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഹ. ആ സമയത്ത് പോയാൽ ഉത്തരായണത്തിൽ പോകണം, ശുക്ലപക്ഷത്തിൽ പോകണം, പകല് പോകണം. അതുപോലെ തന്നെ മൂടൽമഞ്ഞും പൊടിയും ഒന്നും ഉണ്ടാവാതെ അഗ്നി തേജസ്സുള്ള സമയത്ത് പോകണം. അയാൾക്ക് തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഹ. ഈ ബ്രഹ്മലോകത്തിലേക്ക് എത്താൻ പാകത്തിന് യോഗിയായി ജീവിച്ച വ്യക്തി പോകേണ്ടത് ഈ സമയത്താണ്. അല്ലെങ്കിൽ അവർ ഈ സമയത്തേ പോവുള്ളൂ, അവർക്ക് പുനർജന്മമില്ല. അപ്പം നിങ്ങൾ ഈ സമയത്ത് പോവണ്ട. എന്താ കാര്യം അറിയോ? നിങ്ങളൊക്കെ തിരിച്ചു വരാതെ ഞാൻ ഏറ്റെടുത്ത ദൗത്യം എങ്ങനെയാ തീർക്കുക? നമുക്ക് കുറെ ചെയ്യാനില്ലേ? ഈ ഭാരതത്തെ ജഗദ്ഗുരുവിൻ്റെ സ്ഥാനത്ത് എത്തിക്കണ്ടേ? നമുക്ക് ലോകത്തിൻ്റെ മുമ്പിൽ ഭാരതത്തിൻ്റെ മഹത്വം അറിയിക്കണ്ടേ? ഇപ്പം അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കേരളീയരിലൂടെ വേണം ഭാരതത്തെ ശരിയാക്കാൻ. ഈ ഭാരതത്തെ മുച്ചൂട് മുടിപ്പിക്കുന്ന തീവ്രവാദികളും ജിഹാദികളും മതപരിവർത്തന തൊഴിലാളികളും കേരളത്തിൽ നിന്നാണ് പോകുന്നത്. ഈ കേരളത്തിൽ നിന്ന് തന്നെയാണ് ശങ്കരാചാര്യരും നാരായണ ഗുരുദേവനും അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും മഹാന്മാരും വന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അപ്പം ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ഈ നാടിനെ ശരിയാക്കാനുള്ള പ്രവൃത്തിയും ചെയ്യേണ്ടത്. നാടിനെ ശരിയാക്കാനുള്ള പ്രവൃത്തിയും ചെയ്യേണ്ടത്. അർത്ഥം മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് വലിയ ദൗത്യം ചെയ്യാനുണ്ട്. ഇവിടത്തെ രാഷ്ട്രീയക്കാരും മുടിപ്പിക്കുന്ന ഈ രാജ്യത്തെ നല്ല ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും കൊണ്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതുകൊണ്ട് നിങ്ങൾ ഈ ഉത്തരായണവും നോക്കണ്ട, ദക്ഷിണായനവും നോക്കണ്ട, നിങ്ങൾ തിരിച്ചു വരുന്ന സമയം ഏതാണെന്ന് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് വയ്ക്കുക, പ്രോഗ്രാം ചെയ്ത് വയ്ക്കുക, എന്നിട്ട് തിരിച്ചു വരിക. ഞാനത് വളരെ സീരിയസ് ആയിട്ടാണ് പറയാം. എനിക്ക് പുനർജന്മം വേണം, ഉറപ്പാണ്. ഒരപേക്ഷ ഈ ജന്മത്തിൽ ചെയ്തത് എന്താണെന്ന് ഓർമ്മിപ്പിച്ച് തരണം, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇത് തന്നെ പിന്നെയും ചെയ്യും. ഏതായാലും അഗ്നിർജ്യോതിരഹ ശുക്ല ഷൺമാസാ ഉത്തരായണം തത്ര പ്രയാതാഗച്ഛന്തി ബ്രഹ്മവിദോ ജനാഹ. ബ്രഹ്മവിദോ ജനാഹ എന്ന് പറഞ്ഞാൽ ജനങ്ങള്, എന്നെയും നിങ്ങളെയും പോലെയുള്ള ജനങ്ങളല്ല. ബ്രഹ്മവിദോ, ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടിയ കയ്യും കാലും മുഖവും ചെയ്യും നമ്മളെ പോലെയുള്ള രൂപങ്ങളുള്ള വ്യക്തികൾ, ബ്രഹ്മ സാക്ഷാത്കാരം കിട്ടിയ പാർട്ടീസ്, പരമമായ യോഗികൾ എന്നർത്ഥം. അവർ ഈ പറഞ്ഞ 4 പാരാമീറ്ററിൽ മരിച്ചാൽ പിന്നെ അവർ തിരിച്ചു വരുന്ന പ്രശ്നമില്ല. ഇനി തിരിച്ചു വരുന്നത് കൂടി ഒന്ന് പറഞ്ഞു കഴിഞ്ഞ് നിർത്തിയേക്കാം. അടുത്ത ക്ലാസ്. ധൂമോ, പൊടിപടലങ്ങളും മൂടൽമഞ്ഞുമെല്ലാമുള്ള സമയം ധൂമോ. 2 രാത്രി, മറ്റേത് പകലായിരുന്നു. തഥാ കൃഷ്ണപക്ഷം, വെളുത്ത വാവിൽ നിന്ന് കറുത്ത വാവിലേക്ക്. ഷൺമാസ ദക്ഷിണായനം. ഇപ്പൊ ദക്ഷിണായനത്തില് കൃഷ്ണപക്ഷത്ത് രാത്രി പുകയും മൂടൽമഞ്ഞും നിറഞ്ഞിരിക്കുന്ന സമയത്ത് തത്ര ചാന്ദ്രമസം ജ്യോതിർ യോഗി പ്രാപ്യ നിവർത്തതി. ഇവിടെ യോഗി എന്നുണ്ട്, സാധാരണക്കാരനല്ല. ആ സമയത്ത് പോയ യോഗി നിവർത്തതെ തിരിച്ചു വരുന്നു. അപ്പം എന്നെയും നിങ്ങളെയും കുറിച്ചല്ല പറഞ്ഞിരിക്കുന്നത്, ഇത് മറ്റൊരു ലെവലിലുള്ളവരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനയോഗിയോ കർമ്മയോഗിയോ ഭക്തിയോഗിയോ ആയിട്ടുള്ളവരെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അർത്ഥം മനസ്സിലായല്ലോ? പൊടിപടലങ്ങളും മൂടൽമഞ്ഞം നിറഞ്ഞിരിക്കുന്ന സമയം, രാത്രി, കൃഷ്ണപക്ഷം, ദക്ഷിണായനം, 4 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സമയത്ത് ഈ ശരീരത്തിൽ നിന്ന് ജീവാത്മാവിനെ ഉപേക്ഷിക്കുന്ന മരണസമയത്ത് കൃത്യം ആ വ്യക്തി തിരിച്ചു വരുമെന്ന് ഉറപ്പാണ് എന്ന് കൃഷ്ണൻ പറയുന്നു. എനിക്ക് അനുഭവമില്ല. അപ്പോൾ നമുക്ക് ധന്യമായ ഭഗവത്ഗീതയിലെ ക്ലാസ് നിങ്ങളോട് പറഞ്ഞു തരുമ്പോൾ എൻ്റെ മുഖത്തെ സന്തോഷം പലരും കണ്ടു എന്ന് പറഞ്ഞു. ചിലർ എന്നോട് നേരിട്ട് സംസാരിക്കണമെന്ന് കൃഷ്ണമൂർത്തിയെ വിളിച്ച് പറഞ്ഞു. ജസ്റ്റ് കൃഷ്ണമൂർത്തി നമ്പർ തരും, ഒരു മിസ് കോൾ തന്നു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് വിളിച്ചോളാം. ഗോപാലകൃഷ്ണനോ ഗോപാലകൃഷ്ണൻ്റെ ശബ്ദത്തിനോ ഗോപാലകൃഷ്ണൻ്റെ ജീവിതത്തിനോ ഒന്നിനും ഒരു പ്രത്യേകത ഉണ്ടാവരുത്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞത് ആവർത്തിക്കുന്നില്ല.
നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ രാഷ്ട്രം, നമ്മുടെ സംസ്കാരം, അതാണ് നമ്മുടെ മുമ്പിൽ. വേറെ ആരും നമ്മുടെ മുമ്പിൽ ഉണ്ടാവണ്ട. സന്തോഷത്തോടു കൂടി ദേവതാഭ്യ പിതൃഭ്യശ്ച മഹായോഗിഭ്യേവ ച നമസ്വധായൈ സ്വാഹായൈ നിത്യമേവ നമോ നമഃ. പ്രഭോ സേവാവൃതാ ഭക്ത്യാ വയം സംപ്രാർത്ഥയാമഹേ കല്യാണാർത്ഥം സ്വരാഷ്ട്രസ്യ പ്രസാരാർത്ഥം സ്വസംസ്കൃതേ വിശ്വസ്യാഭ്യുദയോ യേന പ്രജാനാം ച രക്ഷണം സർവത്ര സർവദാ ശാന്തി സമാധാനം ച സർവദാ. ഈ പ്രഭാഷണം കേട്ടവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും കേൾക്കാത്തവർക്കും ഭാവിയിൽ കേൾക്കുന്നവർക്കും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണാം അഭിവൃദ്ധിരസ്തു ഉത്തരോത്തരാഭിവൃദ്ധിരസ്തു ഇതി അഹം പ്രാർത്ഥയാമി. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ജഗദീശ്വരനും ഭാരതമാതാവും ഋഷീശ്വരന്മാരും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രണാമം, നമസ്കാരം.